മമ്മൂക്കയുടെ അകത്ത് ഡബ്ബിങ് വോയിസ് ഉണ്ടല്ലോ, അദ്ദേഹം വന്നു, ഘനഗാംഭീര്യമായ ശബ്ദമാണ്, പക്ഷേ ഏജ് ഫീൽ ചെയ്യുന്നില്ല. മോർണിംഗ് 6 മണിക്ക് മിണ്ടാതെ വന്നിട്ട് അങ്ങനെ ഒരു 5-8 ദിവസം കൊണ്ടാണ് ആ വോൾട്ടേജ് ഡബ് ചെയ്തിരിക്കുന്നത്. ഈ അന്ന് ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന സമയമാണ്, പല ഇംഗ്ലീഷ് പടത്തിൽ നിന്നും സൗണ്ട് ആ വോയിസ് മാത്രം എടുത്തിരുന്നു ഞങ്ങൾ. മമ്മൂക്കൊക്കെ അന്ന് ഒത്തിരി വർക്കുള്ള സമയമാണ്, രാത്രി 2 മണിക്ക് 3 മണിക്കൊന്ന് കിടക്കുന്ന ആ മനുഷ്യൻ. അവിടുന്ന് രാവിലെ 6 മണിക്ക് വേണ്ടിയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കന്നുള്ള ഒരു മാരുതി വാന, ആരുടെ കൊച്ചിൻ അനിയപ്പറ്റ ഒരു മാരുതി വാന. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് കിട്ടാൻ യോഗ്യനാണ്, കാരണം ബിഹൈൻഡ് ദ വർക്ക് ഞങ്ങൾക്കറിയാമല്ലോ. 19 ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിലെ കളരി മുഴുവൻ അന്വേഷിച്ചു. ഇത്രയും ജൈജാരിക ഒരു സിനിമ, ഹ്യൂജ് സിനിമയുടെ 19 തടവ് എന്തായിരിക്കണം? അപ്പോൾ അതിന് അത്രയ്ക്ക് എഫക്റ്റിൽ പലരും, രാമേന്ദ്ര ബാബു സാർ എന്തോ പറഞ്ഞു, കൃഷ്ണമൂർത്തി സാർ എന്തോ പറഞ്ഞു, ഞാനെന്തോ പൊട്ടത്തിൽ പറഞ്ഞു. ഷൂട്ടിങ്ങിൻ്റെ റിലീസിൻ്റെ 1-2 ആഴ്ച മുമ്പാണ് നമ്മൾ പോയിട്ട് പറഞ്ഞു, സാർ 19 തടവ് ഇല്ല, സാർ എന്തെങ്കിലും ചെയ്തു തരുമെന്ന്. അങ്ങനെയാണ് ആ സീനായിട്ട് പുള്ളി മാറ്റിയത്. ഒരു ടേക്കൺ സീനിൻ്റെ പിറകുവശം കൊടുത്തു, 10 മിനിറ്റ് എടുത്ത് പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് നിന്നു, ഒരു 1/2 മണിക്കൂർ എന്നെ വിളിച്ചു, അദ്ദേഹത്തിനെ വായിച്ച് കേൾപ്പിച്ചു. അതാണ് ആ സീന്. ഇവിടെ നമുക്ക് മേക്കപ്പ് ഇട്ട് തുടങ്ങി. ഇവിടുന്ന് ഞാനിതും കൊണ്ട് ഊട്ടി വണ്ടി കയറി അതായത് സാറിനെ അവിടെ വിട്ടിട്ട് സാർ വന്നു. കുറേ കഴിഞ്ഞ് അദ്ദേഹം വന്നു, കൊണ്ടു കൊടുത്തു. വരികയുടെ സാർ കിട്ടി സാർ എന്ന് പറഞ്ഞു. സാർ എന്താ സീന്. അതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരവൻ ഇല്ലല്ലോ, മമ്മൂക്കയുടെ കാരവൻ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് വണ്ടി തന്നെയായിരുന്നു. അല്ല പുള്ളി റെസ്റ്റ് എടുക്കുക. അന്ന് ഈ റോപ്പില്ല, ആൾക്കാരെ കെട്ടിയിട്ട് ഉള്ള റോപ്പ് പരിപാടി അന്ന് ജസ്റ്റ് ഇനിഷ്യലാണ്. ഞങ്ങൾ പേടിച്ചിട്ട് അത് ചെയ്യാതിരുന്നതാണ്. താരാമാഷാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്, ഫൈറ്റ് മാഷ് അദ്ദേഹമാണ്. വളരെ അപകടം പിടിച്ച പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കിടെ കാലിൽ വാള് വീണിട്ടുണ്ട്, ഒരാളുടെ വിരലറ്റ് പോയിട്ടുണ്ട്. എങ്ങനെ ക്യാമറ ട്രിക്ക്? ഗ്രീൻ സ്ക്രീൻ ഇല്ല, ബ്ലൂ സ്ക്രീൻ ഇല്ല, മാറ്റ് ഇല്ല, ഒന്നുമില്ല. എന്ത് ക്യാമറ? 25 കിലോ വെയിറ്റ് ഉള്ള ആരിഫ്ലെക്സ് വെച്ചിട്ട് എന്ത് ക്യാമറ ട്രിക്ക് കാണിക്കാൻ? റിയൽ. ഹരിഹരൻ സാർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹോൾ സിനിമ പുള്ളിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 10 പേര് 10,000 പേര് 10 മിനിറ്റ്. അപ്പോൾ ഒരു മേക്കപ്പ് മാനെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. അങ്ങനെ 100 മേക്കപ്പ് മാന്മാരെ ആദ്യം ഞങ്ങൾ സംഘടിപ്പിച്ചു. സീരിയസ്നെസ് ഇല്ലാത്തൊരു നാടുവാഴിക്ക് വേണ്ടിയിട്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സ്ഥാപിച്ചത്. മാഷേ വേണ്ട, എന്റെ മാഷെ ബെറ്റ് തോറ്റെന്ന് വെച്ച് ഫുഡൊന്നും വേണ്ടെന്ന് വെക്കണ്ട. ഓ എന്നാലും മാഷിന്റെ ഒരു ജഡ്ജ്മെന്റ്, 1 മാസം കൊണ്ട് പൂക്കാരൻ പ്രകാശൻ അഡ്വാൻസ് ലെവലിൽ എത്തിയില്ലേ? വാട്സാപ്പിലൂടെ പഠിപ്പിച്ച് ബേസിക്കിൽ നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പൂക്കാരൻ പ്രകാശനെ പോലെയുള്ളവരെ പുഷ്പം പോലെ വിരിയിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ്? പറ. ഇംഗ്ലീഷ് കഫേ. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഇത് 36 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ 36 വർഷം എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുപോകാം. എന്നിരുന്നാൽ പോലും വടക്കൻ വീരഗാഥയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യവും വിടാൻ പാടില്ല. അത്ര ആത്മാവ് കൊടുത്ത് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തൊരു സിനിമയാണ് വടക്കൻ വീരഗാഥ. സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മളിതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നത്. സ്ക്രിപ്റ്റ് അന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് വായിക്കുന്നൊരവസ്ഥയുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യും. ഞങ്ങൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ് സ്ക്രിപ്റ്റ് വരിക. അവിടെ മുതൽ അങ്ങോട്ടേക്ക് ഒരു മാസക്കാലമായിരുന്നു ആ പടത്തെ ആ സ്ക്രിപ്റ്റിൻ്റെ ഷെഡ്യൂളിങ്, കോസ്റ്റ്യൂംസ്, ആർട്ട് വർക്ക്, പ്രോപ്പർട്ടീസ്, ഇതെല്ലാം. ഇതിനൊരു അന്ന് ഞങ്ങൾക്ക് ആരും പഠിച്ചവരല്ല ഇത് ചെയ്തിരുന്നത്. ഞങ്ങളപ്പോൾ ഉണ്ടാകുന്ന ചില തോന്നലുകൾ വെച്ചും ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ അത് വളരെ പെർഫെക്റ്റായിട്ടൊരു ഷെഡ്യൂളിങ് ഫിലിമായിരുന്നു അത്. ഷെഡ്യൂളിങ് ഇൻ ദ സെൻസ് എപ്പോൾ എന്തെടുക്കണമെന്ന് തീരുമാനിക്കുന്ന ഡയറക്ടറാണ്. പക്ഷേ ഇരുന്നാൽ പോലും ഈ സിനിമ എത്ര ദിവസം കൊണ്ട് തീർക്കാമെന്നും ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നും എക്യുപ്മെൻ്റ് എന്താണെന്നൊക്കെ തീരുമാനിക്കാനുള്ള ഷെഡ്യൂൾ ഞങ്ങൾക്ക് ചെയ്തു വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ എത്ര സ്റ്റേജുണ്ട്, അതിൽ അദ്ദേഹത്തിന് എത്ര കോസ്റ്റ്യൂം വേണം. ഇത് ബെയർ ബോഡിയിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂമാണ്. അപ്പോൾ അത് വേർക്കാനുള്ള സ്വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മമ്മൂക്കയ്ക്ക് 5 പെയർ കോസ്റ്റ്യൂം, മാധവിക്ക് അല്ലെങ്കിൽ ഇത്ര പെയർ കോസ്റ്റ്യൂം. അപ്പോൾ നമുക്ക് ആ ഷൂട്ടിംഗ് സമയത്ത് ഇത് വാഷ് ചെയ്യുന്നതിൻ്റെ ഇത് ഒഴിവാക്കാൻ പറ്റും. ഈ കോസ്റ്റ്യൂം വാഷ് ചെയ്യുന്നതിനെക്കാട്ടും ഡബിൾ ചിലവായിരിക്കും ഇതിൽ ഷെഡ്യൂൾ മുടങ്ങുകയോ അല്ലെങ്കിൽ ടൈം വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയുള്ള അത്തരം കാര്യങ്ങളായിരുന്നു ഞങ്ങളന്ന് ചെയ്തിരുന്നത്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സംഭവിക്കാവുന്ന കാര്യങ്ങളെ പേപ്പറിലാക്കി അതിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇതായിരുന്നു ആദ്യത്തെ ജോലി. ഇതായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത്.
ഇതിന് അനുയോജ്യമായ സ്ഥലം കാണാനായിട്ട് കാസർഗോഡ് മുതൽ ഏകദേശം എറണാകുളം, കൊല്ലം വരെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഇതിന് അനുയോജ്യമായ സ്ഥലം കണ്ടുപിടിച്ചിട്ട്. ആ യാത്രയിലാണ് അത്ഭുതകരമായ ഒരു ചിന്ത ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾ പോയിരുന്നത് കൃഷ്ണമൂർത്തി സാർ, ആ ഡയറക്ടർ, അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുന്നു. ഉണ്ണിനാരായണൻ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെ മോഹൻദാസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണമൂർത്തിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഈ പടം ഞങ്ങളുടെ സിരകളിൽ കയറിയിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് കാണും. കിണ്ടി, വിളക്ക്, മൺചെരാത്, അല്ലെങ്കിൽ എന്താ പറയുന്നത് ചങ്ങലവട്ട, അങ്ങനെ കുറേ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ കേൾക്കാത്ത കുറേ. അപ്പോൾ അത് ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് 300-400 വർഷമുള്ള പഴക്കമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ പറയും ഇത് KTC ഗംഗാധരൻ സാർ ഇങ്ങനെ സിനിമ എടുക്കുകയാണ്, ഈ സാധനവും തരുമോ? അങ്ങനെ പലരും എഴുതി വാങ്ങിയിട്ട് തന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെ ഒരു ശേഖരമായിട്ടാണ് ഈ ലൊക്കേഷൻ കാണൽ കഴിയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്പോട്ടിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 1000-ഓളം വിളക്കുകൾ, അല്ലെങ്കിൽ ഇത്രയും വിളക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ അല്ലേ. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തുനിന്നും ഇന്ന തറവാട്ടിൽ നിന്ന് 4 വിളക്ക് അതിനൊരു നമ്പർ ഇട്ട് വെച്ചിട്ട് അതിനെ കൊണ്ട് ഞങ്ങളൊരു സ്റ്റോർ തുടങ്ങി. ആദ്യം ലൊക്കേഷനിൽ സ്റ്റോർ ആരംഭിച്ച് ആ സ്റ്റോറിൽ കീപ്പ് ചെയ്തിട്ട് നമ്പർ ഇട്ടിട്ട് ഞാനോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള അസിസ്റ്റൻ്റ് ഡയറക്ടറോ സ്ലിപ്പ് എഴുതി കൊടുത്തു വിടും. ഇന്ന് ഞങ്ങൾക്ക് 15 വിളക്ക് ആവശ്യമുണ്ട്, 2 കുത്തുവിളക്ക് ആവശ്യമുണ്ട്, 2 കിണ്ടി ആവശ്യമുണ്ട്. അതനുസരിച്ച് സ്റ്റോർ മാനേജർ ഞങ്ങളിൽ എത്തിക്കുക ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്, കാരണം വാങ്ങിയിരിക്കുന്നത് ഞങ്ങളാണ്. ഇതേപോലെ തിരിച്ചു കൊടുക്കുവാനും സാധിച്ചു. അത് ഈ KTC എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഗുണവും കൂടാണെന്ന് ആലോചിക്കണം. ഞങ്ങളിത് വാങ്ങിയാൽ മാത്രം വരെ ഷൂട്ടിങ്ങിന് തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതൊരു പ്രീ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമായിരുന്നു. ഉദയലോ നവോദയയിലൊക്കെ വടക്കം പാട്ടുകളുടെ ചിത്രീകരണത്തിന് വേണ്ടി സെറ്റ് ഇട്ടിട്ടുള്ള ഒരു ചിത്രീകരണമാണ് മലയാള സിനിമ അതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അതെ. അപ്പൊ അതിനുശേഷം ഇത് ഭൂമിയിൽ യഥാർത്ഥ സ്ഥലത്ത് തന്നെ ഇന്ന് കാണുന്ന ഒരു സിനിമ ചിത്രീകരണത്തിന്റെ ഒരു ശൈലി തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥ സ്ഥലത്ത് നടക്കുന്ന പോലെ ആ ഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ചിത്രത്തിന്റെ ചിത്രീകരണമൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങളിലൂടെയാണ് ആ ചരിത്രം വന്നത്. അതെങ്ങനെയായിരുന്നു? ഈ അങ്കത്തട്ടും അങ്ങനെയുള്ള രാജാവിരിക്കുന്ന ഇരിപ്പിടവും ഒക്കെ. അവിടെ എനിക്ക് 2 പേരെ പറയാം. ഒന്ന് ഹരിഹരൻ സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അഭൗമ്യമായ വിഷനുള്ള ഒരാളാണ് അദ്ദേഹം. അത് എക്സിക്യൂട്ട് ചെയ്ത് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതിന് സെക്കൻഡ് പാർട്ട് വഹിക്കുന്നത് കൃഷ്ണമൂർത്തി സാറാണ്. അദ്ദേഹം പറയുന്നതിനെ എൻഹാൻസ് ചെയ്യുകയോ അല്ലെ അതിനെ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നത് കൃഷ്ണമൂർത്തി സാറാണ്. ഇപ്പോൾ തട്ട് വേണം അല്ലെങ്കിൽ ഒറിജിനൽ ലൊക്കേഷൻ വേണമെന്ന് ആദ്യമേ തീരുമാനിച്ചു. ഫസ്റ്റ് സെറ്റ് ഇടുന്നില്ല എന്നുള്ളത്, ഇൻറ്റീരിയർ സെറ്റ് ഇടാം, അത് കളരിക്ക് സെറ്റ് ഇടാം, അല്ലാതെ വെളിയിൽ ഈ ഉദയയുടെ പടങ്ങൾ പോലെ സെറ്റ് ഇടുന്നില്ല എന്നുള്ള തീരുമാനിച്ചു. കാരണം അത് സ്ക്രിപ്റ്റിലെ റിയാലിറ്റി കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ക്ലാസിക്കായിട്ട് നിലനിൽക്കുന്നത്. ഒരു സെറ്റ് ഫിലിം ആയിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ലായിരുന്നു. അതിനുവേണ്ടി അന്വേഷിച്ച് നടന്നപ്പോഴാണ് പുന്നത്തൂർ കോട്ടയിലെ ഗുരുവായൂരുള്ള പുന്നത്തൂർ കോട്ടയിലെ ആ സ്ഥലം കിട്ടുന്നത്. അവിടെ ഞങ്ങൾ സ്ഥലം പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെയിൻറ്റ് ഇളകി മ്യൂറൽസ് പുറത്തു പോകും. അങ്ങനെയാണ് അവിടെ മ്യൂറൽ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഒരു മ്യൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുമായിരിക്കും, അങ്ങനെ എന്തോ ഉണ്ട് അവിടെ. അപ്പോൾ അത് ഒറിജിനൽ സെറ്റ് അത് ആദ്യമേ തീരുമാനിച്ച് ചെയ്ത് തന്നെയാണ്. ഈ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു അക്ടർ ഉണ്ടല്ലോ, ആർട്ടിസ്റ്റുകളുടെ അക്ടറൊക്കെ ബേസിക്കലി സത്യം പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കയൊക്കെ തന്നെയും ഒരു ശാരീരിക ഭംഗിയും കീപ്പ് ചെയ്യണം. അതിനു മുമ്പ് തന്നെ മമ്മൂക്ക സൂചിപ്പിച്ച് ഇതേപോലെ ഞാൻ ഗന്ധർവനിലൊക്കെ കൊണ്ടുവന്ന പോലെ എന്താണ് പുറത്തുനിന്നൊരു ആർട്ടിസ്റ്റിനെ ഇച്ചിരി കൂടെ ഫിസിക്കൊക്കെ ഉള്ള അല്ലെങ്കിൽ ആ ആർട്ടിനെ കൃത്യമായി മെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഒരാളെ വെച്ചിട്ട് ചെയ്യാമെന്ന അർത്ഥത്തിലേക്ക് ചിന്തിച്ചിരുന്നു. പിന്നീട് MD തന്നെയാണ് യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഇത് ചെയ്യട്ടെ എന്ന അർത്ഥത്തിലേക്ക് മുന്നോട്ട് വെച്ചെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതെങ്ങനെയായിരുന്നു മമ്മൂട്ടി എന്നൊരു നടനിലേക്ക് എത്തുന്ന ഡിസ്കഷൻ സാർ എങ്ങനെയായിരുന്നു നോക്കിയിട്ടുള്ളത്? ആ ഒരു MD സാറിൻ്റെ ചിന്തകളെയും അല്ലെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മമ്മൂക്കയുടെ ബന്ധത്തിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ മമ്മൂക്ക വന്നതിന് ശേഷം അദ്ദേഹത്തിനെ കളരി പഠിപ്പിച്ചത് ഞങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മെയ് വഴക്കം, അദ്ദേഹത്തിന് ശാരീരികമായ വഴക്കമുള്ള ആളാണ്, ഒരുപാട് ആക്ഷൻ ഫിലിംസൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ കളരിയുടെ ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റ് പഠിപ്പിച്ച് കൊണ്ടുവന്ന CVN കളരിയിലെ സത്യൻ എന്ന് പറയുന്ന ഒരാളാണത്. ട്രിവാൻഡ്രത്തെ ആളാണ്. ഞാൻ തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതും. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലാണ് ഓരോ ആഴ്ച 1-2 ആഴ്ച എടുത്തു ആ കളരിയുടെ. അപ്പം തന്നെ ഓൾറെഡി പുള്ളി ഒരു അഭൗമ്യമായ നടനല്ലേ, പെട്ടെന്ന് അതിലേക്ക് മാറാൻ ഈ ഒരൊറ്റ ട്രെയിനിങ്ങിൽ പുള്ളിക്ക് ഒരു കളരിയുടെ ആളായിട്ട് മാറാൻ സാധിച്ചിരിക്കാം. ഇപ്പം ഈ അങ്കത്തട്ട് ബേസിക്കലി അന്ന് ഞങ്ങൾക്കൊക്കെ സിനിമ കാണാൻ നേരത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇന്നും സത്യം പറഞ്ഞാൽ അതിനോട് തുല്യമായിട്ടുള്ളൊരു
വിഷ്വല് ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല അതിനുശേഷം. അപ്പൊ ഈ അങ്കത്തട്ട് രാജാവ് ഇരിക്കുന്ന ഇരിപ്പിടം ഒടുവിൽ സാറിന്റെ ഒക്കെ ആ ഒരു പ്രസൻസ് ഇച്ചിരി എന്താ പറയാ കോമിക്കായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇതാണല്ലോ. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മീൻസ് അംഗം കാര്യങ്ങളെയൊക്കെ അന്ന് രാജാക്കന്മാർ എങ്ങനെയായിരുന്നു നോക്കി കണ്ടേന്നും കൂടെ ബേസിക്കലി അതിലൂടെ മെൻഷൻ അല്ല, അങ്ങനൊരു സീരിയസ്നെസ് ഇല്ലാത്തൊരു നാടുവാഴിക്ക് വേണ്ടിയിട്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സ്ഥാപിച്ചത്. അംഗം മനുഷ്യൻ, രണ്ട് മനുഷ്യർ വെട്ടിച്ചാകുകയാണ്. അപ്പോൾ പോലും പുള്ളിയുടെ സ്വസിദ്ധമായ അതാണ് അന്നത്തെ സംവിധാനത്തിൻ്റെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള റിപ്ലിക്കയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. നാടുവാഴിക്ക് എന്താ അംഗം, ആള് ഭരിച്ചാൽ എന്താ ജനിച്ചാൽ ഇത് കണ്ട് ആസ്വദിക്കുക. അതൊക്കെ എം ടി സാറിൻ്റെയും ഹരിഹര സാറിൻ്റെയും ഡിസ്ക്രിമിനേഷനും അവരുടെ ചിന്തയിൽ കൂടെ വന്നത്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട് എടുത്തിട്ട് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി ഞാനന്ന് ചെയ്തിരുന്ന വെച്ചാൽ അംഗം തട്ട് എന്നോട് പോയി വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡയറക്ടർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സെറ്റ് കാണുന്നത് ജീവിതത്തിൽ. അപ്പോൾ സാറ് ചോദിച്ചു എങ്ങനെയുണ്ടോ സെറ്റ്. നമ്മൾ സെറ്റ് കൊള്ളാം സാർ, ഇത് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ സെറ്റ് അന്ന് ഹൈറ്റ് കൂടുതലായിരുന്നു. സാറ് പറഞ്ഞിട്ട് ഹൈറ്റ് കട്ട് ചെയ്തു. കാരണം ക്യാമറ ആംഗിളിൽ 1:2 സിനിമാസ്കോപ്പ് റേഷ്യോ അല്ലേ. അപ്പം ഫ്രെയിമിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകും. മുകളിൽ നിന്ന് താഴെ കഴിക്കും, താഴെ നിന്ന് മുകളിലേക്കുള്ള ഫ്രെയിമിങ്ങിന് വ്യത്യാസം ബുദ്ധിമുട്ടായതുകൊണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു 6 അടിയോളം കട്ട് ചെയ്തു. അപ്പോഴും നിയർ 8 to 10 feet ഉണ്ട്, അത് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് അല്ല പ്രശ്നം, ഈ വോളിയം ഓഫ് ദ കോമ്പൗണ്ടാണ് പ്രശ്നം. മിനിമം ഒരു 10,000 പേര് നിന്നാൽ ഏകദേശം നിറയും എന്ന് പറയാം. അപ്പോൾ ഞാൻ സാർ ഇവിടെ ഫില്ല് ചെയ്യണ്ടേ, അത് ഫില്ല് ചെയ്യണം, അതൊക്കെ നിങ്ങളെന്താ നോക്കിയോ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. നോക്കിയോ എന്ന് പറഞ്ഞാൽ ഇത് 10,000 പേര് ഓക്കെ, KTC ആണ്, പ്രൊഡക്ഷൻ സെറ്റപ്പുള്ള ആൾക്കാരുണ്ട്, പ്രസിഡന്റ് എല്ലാം ഉണ്ട്. 10,000 പേരെ കൊണ്ടുവന്നു. വെയർ ഷുഡ് ബി പ്ലേസ്? ഇവരെന്ത് ചെയ്യും? ഒരാൾ ഒരു മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പിൽ മിനിമം 5-10 മിനിറ്റ് വേണം. ഒരാൾ അയാളുടെ സ്വന്തം ഡ്രസ്സ് ഊരി വെച്ച് ഈ ഡ്രസ്സ് ഇട്ട് മുണ്ടെടുത്ത് വിഗ് വെച്ച്, അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 10 പേര് 10,000 പേര് 10 മിനിറ്റ്. അപ്പോൾ ഒരു മേക്കപ്പ് മാനെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. അങ്ങനെ 100 മേക്കപ്പ് മാൻമാരെ ആദ്യം ഞങ്ങൾ സംഘടിപ്പിച്ചു. പിന്നെ ഇതിന് ആദ്യം ചെയ്തത് അതല്ല, ആദ്യം ചെയ്തിട്ട് ഒരു മിനിയേച്ചർ ഉണ്ടാക്കി. ഞാൻ കൃഷ്ണമൂർത്തി സാറിനോട് പറഞ്ഞൊരു മിനിയേച്ചർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം MT സാറും രാമേന്ദ്ര ബാബുവും കൃഷ്ണമൂർത്തിയും ഹരിഹരൻ സാറും ഉള്ള സമയത്ത് ഞാൻ ഇത് പ്രതിഷ്ഠിച്ചു. ഞാൻ മനസ്സിലാൻ ഹരിഹരൻ സാറിനൊരു കുഴപ്പമുണ്ട്, അത് ക്രിയേറ്റീവിൻ്റെ കുഴപ്പമാണ്. എടുത്തുകൊണ്ട് നിൽക്കും, ഇതല്ല എടുക്കുന്നത് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാറിക്കളിച്ചാൽ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഒരു 10 ദിവസം കൊണ്ടും തീരെയല്ല. അപ്പോൾ അതെനിക്കറിയാം, സാർ ആദ്യം എടുക്കുന്ന അവസാനത്തെ ഷോട്ടായിരിക്കും ആദ്യം എടുക്കുന്നത്. അപ്പം അങ്ങനെ അതിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ ഇത് കൈ നിൽക്കാതെ പോകുന്നൊരവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടൊരു മിനിയേച്ചർ ഉണ്ടാക്കി. മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് മെയിൻ നാടുവാഴി, 2 നാടുവാഴികൾ 2 സൈഡിൽ ഞാനൊരു എൻ്റേതായ രീതിയിലൊന്ന് പ്രതിഷ്ഠിച്ചുമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു. ആദ്യം ഒന്ന് ഹെസിസ്റ്റേറ്റ് ചെയ്തുവെങ്കിലും MT സാറും രാമേന്ദ്ര ബാബു ഒക്കെ പറഞ്ഞ് വന്നിട്ട് അവരവിടെ നിന്നൊരു 4-5 hours നിന്നിട്ടാണ് ഇതിൻ്റെ പ്ലേസ്മെൻ്റൊക്കെ റീകൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ എൻട്രൻസ് എവിടെ ആയിരിക്കണം, എവിടെ ക്യാമറ വെച്ചാൽ എങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ മിനിയേച്ചറിൽ ഫിക്സ് ചെയ്തത് കൊണ്ട്, ഒരുപക്ഷെ അത് മലയാള സിനിമയിൽ ആദ്യമായിരിക്കാം, ഫിക്സ് ചെയ്തത് കൊണ്ട് വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതിനെ 5-6 ഡിവിഷനായിട്ട് തിരിച്ചിട്ട് മെയിൻ നാടുവാഴികളുടെ പടയാളികൾ, അവരെ കാണിക്കാർ, അവരെ കാഴ്ചക്കാർ, മറ്റേ നാടുവാഴി അവരെ ആൾക്കാർ, അവരെ പടയാളി, ഇവർക്കെല്ലാം ഓരോ കാർഡ് അടിച്ചു. അങ്ങനെ കളർ കാർഡ് അടിച്ചിട്ട് ഓരോ നാടുവാഴി നമ്പർ 1 അവരെ പടയാളിയിൽ 1, 2, 3, 4, 5 അവർക്ക് മീൽസിൻ്റെ ടിക്കറ്റ് വരെ എൻ്റെ പിറകിലുണ്ടാവും. ഇതുകൊണ്ട് കൂപ്പൺ കൊടുത്താൽ മീൽസ്, ലഞ്ച്, മീൽസ്, ഡിന്നറൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കും. താമസിക്കാൻ ഈ സാധനം കാണിച്ചാലേ താമസിക്കാൻ പറ്റുള്ളൂ. താമസിക്കുന്ന ഷെഡൊക്കെ ചെയ്ത് RK നായർ എന്ന് പറഞ്ഞൊരു മാനേജറുണ്ട്, പുള്ളിയാണ് ഇതെല്ലാം ചെയ്തിരുന്നത്. പുള്ളി എടുത്ത് കൊണ്ട് കാണിച്ചാലേ താമസിക്കാൻ സ്ഥലം കൊടുക്കുള്ളൂ. മേക്കപ്പിൽ പോകുമ്പോഴും ഇത് കാണിക്കണം. ഇത് അവസാനം ഇത് കാണിച്ചാലേ പൈസയും കിട്ടുള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇത് വളരെ, അതുകൊണ്ടാണ് 10-12 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇത് ഒരു പക്ഷേ നീണ്ടു പോയിരിക്കുമായിരുന്നു ഷൂട്ടിങ്. ആ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ ഒരു പുതുമ ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. MT സാർ എങ്ങനെയായിരുന്നു ലൊക്കേഷനിലാണെങ്കിൽ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ ഇൻവോൾവ് ചെയ്തത്? തീർച്ചയായിട്ടും പുള്ളി ഉണ്ടാവും, പ്രസൻസ് ഉണ്ടാവും. ഒന്നിലും ഇൻവോൾവ് ചെയ്യില്ല ഡയറക്ടർ ഹരിഹരൻ സാറെ ഒന്നും, പക്ഷേ പ്രസൻസ് ഉണ്ടാവും. അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന കാണാം, എന്താണെന്നറിയാം, ചർച്ച ചെയ്യുന്നുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പുള്ളിയുടെ ഡബിങ്ങിനൊക്കെ പുള്ളിയുടെ പ്രസൻസ് വളരെ വാല്യുബിൾ ആയിരുന്നു ഞങ്ങൾക്ക്. അസിസ്റ്റന്റ് ഡയറക്ടർ അസോസിയേറ്റ് എന്നതിലുപരി ഒരു ഫിലിം സ്റ്റുഡന്റും കൂടെ ആയിരിക്കുമല്ലോ ആ ടൈം. തീർച്ചയായിട്ടും. അപ്പം ഈ MT സാറ് ഹരിഹരൻ സാറ് എന്ന് പറയുന്നൊരു ഹിറ്റ് മലയാളത്തിലെ ലെജൻഡറി കോംബോ ഉണ്ടല്ലോ, അതിനെ സാർ എങ്ങനെയായിരുന്നു ഒബ്സർവ് ചെയ്ത് പഠനം എന്ന അർത്ഥത്തിൽ കൊണ്ടുനടന്നത്? സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ പഠിച്ച് എൻജോയ് ചെയ്താണ് അതിനെ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോയത്. എന്താണെന്നറിയില്ല, അതിനോടൊരു ഭയങ്കര ഒരു ആവേശമായിരുന്നു ആ സിനിമയോട്. ഇപ്പം ചോദിച്ചാൽ എനിക്ക് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. രാവിലെ 6 മണി മുതൽ രാത്രി 2 മണി വരെ വർക്ക് ചെയ്യുക, ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ ചെയ്യാണ്ട് ചെയ്യുക.
ഇവൻ എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്. അതൊരു പക്ഷേ ഗുണം ചെയ്തിട്ടുണ്ടാവാം ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ. വീറ്റ് ഫൈൻഡറിലൂടെയാണല്ലോ അന്ന് ജഡ്ജ് ചെയ്യുന്നത്, ഇന്നത്തെ പോലെ സ്ക്രീനിൽ കാര്യങ്ങൾ ഒന്നും ഇല്ല. ഇപ്പൊ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓരോ ഷോട്ടുകളുമാണ് ബേസിക്കലി അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീറ്റ് ഫൈൻഡറിലൂടെ അതെങ്ങനെ ജഡ്ജ് ചെയ്യുമായിരുന്നു അന്ന്? അതായത് അന്ന് ഉപയോഗിച്ചിരുന്നത് പെരിക്കൽ ലെൻസാണ് അല്ലേ, അനമോർഫിക്കലല്ല, പെരിക്കൽ ലെൻസാണ്. പെരിക്കൽ ലെൻസിൽ അപ്പോൾ 5 ലെൻസേ ഉള്ളൂ, 24, 32, 50, 75, 100 സൂം, പിന്നെ 9.8 എന്ന് പറയുന്ന ഫിഷ് ഐ ലെൻസ്. അത് വളരെ റയറായിട്ട് ഉപയോഗിക്കും. ഓരോ ലെൻസിൻ്റെ റേഞ്ച് ആണ് ആദ്യം ഒരു ഡയറക്ടോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ പഠിക്കുക. ഹരിഹരൻ സാറൊക്കെ പഠിച്ചു വന്നത് ആ സ്കൂളിലാണ്. ഒരു ലെൻസ് ഇട്ടാൽ റേഞ്ച് ഇതായിരിക്കും, ഇങ്ങനെ ഇത്രേ കാണുള്ളൂ, 85 ഇത്ര ഉണ്ടാവുള്ളൂ. അത് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഹരിഹരൻ സാർ. അതിനുവേണ്ടി പല തർക്കങ്ങളും സെറ്റിൽ നടന്നിട്ടുണ്ട്, ക്യാമറ മാറ്റി തിരിച്ചു വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ലെൻസിൻ്റെ ഫ്രെയിമിൽ നമ്മുടെ മൈൻഡിൽ ഉള്ളിടത്തോളം കാലം വ്യൂ ഫൈൻഡറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ശീലിച്ചു പോയാൽ വ്യൂ ഫൈൻഡർ വേണം. ഇപ്പോഴും വ്യൂ ഫൈൻഡറില്ലാതെ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരിക്കും, ഞങ്ങളുടെ ജനറേഷൻ സാധിക്കുമായിരിക്കും. പക്ഷേ അത് നല്ലതല്ല. വ്യൂ ഫൈൻഡറിൻ്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഫ്രെയിം നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത്. അദ്ദേഹത്തിന് അത് വ്യക്തമായിട്ട് അറിയാം ഏതാ ലെൻസ് എന്നുള്ളത്. ഈ പെർഫോമൻസിന് ഇതിലൂടെ എങ്ങനെ ജഡ്ജ് ചെയ്യും? ഇന്നിപ്പോ സത്യം പറഞ്ഞ റിവൈൻഡ് അടിച്ച് അതിന്റെ ഇതാണെങ്കിലും മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും. പക്ഷെ അന്നെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ക്യാമറയുടെ തൊട്ടടുത്ത് നിന്ന് അതിനെ ക്യാമറയുടെ തൊട്ടടുത്ത് നിന്ന് തന്നെ കാണുവാണ്. അന്ന് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനം എങ്ങനെയായിരുന്നു അത് എക്സസൈസ് ചെയ്തത്? ഇതിപ്പോൾ ഞാൻ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാം. ഒരു എക്സാമ്പിൾ താങ്കൾ സംസാരിക്കുന്നു അല്ലേ, ഞാൻ താങ്കളെ രണ്ടുപേരും മുഖം എനിക്ക് ഓർമ്മയില്ല. ഐ എം ഫോക്കസ് ഓൺ ഓൺലി യു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കഥാപാത്രം നമ്മുടെ ഡയറക്ടർ മനസ്സിലെ കഥാപാത്രത്തിന് രൂപം ഉണ്ടാവും, ഭാവം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം. അത് എത്രത്തോളം 100% ആകുന്നിടത്തോളം കാലം ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിപ്പം വ്യൂ ഫൈൻഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയാം. നമുക്ക് അത് കുറച്ചും കൂടി അത് എന്താ വെച്ചാൽ അതെങ്ങനെയെന്നറിയില്ല, ലോങ് ഷോട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സ് വൈഡറാവും. ഈവൻ ക്ലോസ് വയ്ക്കുമ്പോൾ നമുക്കത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെങ്ങനെ പ്രാക്ടീസ് ആണെന്ന് എനിക്കറിയില്ല. നമുക്കിടെ ഇതോ അങ്കോ എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 റേഞ്ചേ ഉള്ളൂ, ഒരു മിഡ് ഷോട്ട്, ഒരു പിന്നെ ടൈറ്റ് ക്ലോസ്, അങ്ങനെയുള്ളൂ. ഈ 3 ക്ലോസ് വെക്കുന്ന സമയത്ത് അറിയാം ഇത് ക്ലോസ് ആണ്, അപ്പോൾ ക്ലോസ് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പോഴത്തെ 36 വർഷം ഒരു മനുഷ്യ ജീവിതത്തിൽ പറ്റൊരു കണ്ടിന്യൂഷനും ഇന്നിപ്പോ സത്യം പറഞ്ഞ ചെയ്യുന്നത് പറയുന്നത് ഫോണില് കണ്ടിന്യൂഷൻ നോക്കേണ്ട അസിസ്റ്റന്റ് ഫോണില് ഫോട്ടോ എടുത്ത് വെക്കും. അപ്പൊ സിമ്പിൾ ആകാൻ വേണ്ടി അല്ലെങ്കിൽ ചെറിയ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചിട്ടായിരിക്കും. അപ്പൊ അന്ന് അത് എങ്ങനെയായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഞങ്ങളുടെ മെമ്മറിയിൽ മാത്രമാണതുള്ളത്. ഇന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോയപ്പോൾ വാളെവിടെ ഇരുന്നു, കുന്തെവിടെ ഇരുന്നു, മമ്മൂക്ക അവിടെ നിന്നു, കൈ പിടിച്ച് നിന്നു. ഇത് മെമ്മറിയിലുണ്ട്. രാത്രി പോയിട്ട് ബുക്കിൽ എഴുതി വെക്കും. ഇതല്ലാതെ വേറെ വഴിയില്ല. പിന്നെ വരേണ്ടത് ആൽബമാണ്. എപ്പോഴോ കഴിഞ്ഞു പോയ, പക്ഷെ അത് ആക്ഷൻ കണ്ടിന്യൂറ്റി കിട്ടില്ല, ജനറൽ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. ഡ്രസ് കണ്ടിന്യൂറ്റി എല്ലാം കിട്ടും. ഓരോ ഡ്രസ്സിനും ഓരോ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട് ഞങ്ങളന്ന്. ഇന്ന സീൻ അത് ആരും കാണാതെ ബാക്കിൽ ഞങ്ങൾ മറ്റേ സ്കെച്ച് പെൻ വെച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടിന്യൂറ്റി, ഡ്രസ് കണ്ടിന്യൂറ്റി മാറുകയല്ല, പക്ഷെ എല്ലാം പേപ്പറിൽ റിട്ടൺ ആണ്, അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒരു വഴിയില്ല. റിട്ടണും മെമ്മറി, ഈ 2 സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരുന്നത്. എന്നിട്ട് പോലും ഇപ്പോഴും കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. അതെ അതെ അതെ. ഇപ്പം MD സാറിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ രീതി ഇപ്പൊ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മുട്ടുസൂചി ഫ്രെയിമിലുണ്ടെങ്കിൽ അതുപോലും സ്ക്രിപ്റ്റിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു സാറ്? അത് എൻ്റെ അനുഭവത്തിൽ അത് ശരിയാണ്. അദ്ദേഹം സ്ക്രിപ്റ്റിൽ ഫുട്ടേജ് വരെ എഴുതി വെച്ച അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ സിനിമ ഇത്ര ഫീറ്റ് ഉണ്ടാകും, ഫീറ്റാണ് ഇപ്പോഴല്ലേ മിനിറ്റും സെക്കൻഡ്സും വന്നത്, ഇത്ര ഫീറ്റ് ഉണ്ടാകാം, ഒരു മുകളിലായിരിക്കും താഴെ, പക്ഷേ ഏകദേശം അപ്രോക്സിമേറ്റ് അത്ര ഫീറ്റേ ആ സിനിമ ഉണ്ടാവുള്ളൂ. അത് ഒരുപാട് കോൺട്രഡിക്ടറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ പറയാം, പക്ഷെ അത് സത്യമാണത്. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആണ് സ്ക്രിപ്റ്റിൽ. പക്ഷെ അതിനെ എൻഹാൻസ് ചെയ്യാൻ ഡയറക്ടർക്ക് വളരെ സൗകര്യമാണ്. അങ്ങനെ അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചാൽ മതിയല്ലോ. ചതിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് പഴി കേട്ടോണ്ടിരുന്ന ഒരാളെയാണല്ലോ അയാളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചന്തുവിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക, പഴശ്ശിരാശിയുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് അതൊരു ബേസിക്കലി പുള്ളിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ, നമ്മൾ ആരും കാണാത്ത ഒരു പെർസ്പെക്റ്റീവിലൂടെ കഥാപാത്രത്തെ കാണുക എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അതെങ്ങനെയായിരുന്നു ചന്ത്? നമ്മൾ ഈ വടക്കം പാട്ടുകളൊക്കെ മുത്തശ്ശിമാരുടെ എന്നൊക്കെ സാറ് മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാട്ടു വർത്താനങ്ങളായിട്ട് കേട്ടിട്ടുണ്ടാവും. അത് ഇന്ന് എന്താ എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് MD സാർ മുന്നോട്ട് വെച്ചത്. അത് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മനസ്സിലാക്കിയത് പറയാം കേട്ടോ, അത് ചിലപ്പോൾ തെറ്റായിരിക്കാൻ ക്ഷമിക്കണം. ഓരോ കഥാപാത്രത്തിനും അവരുടെ വികാരങ്ങളുണ്ടല്ലേ, ഫീലിങ്സ് ഉണ്ട്.
ഇപ്പോൾ ഉണ്ണിയാർച്ച എടുക്കുക, ഞാൻ 36 വർഷത്തിന് ശേഷം മാത്രമേ ഇത് പറയാൻ ധൈര്യം കാണിക്കുന്നുള്ളൂ. അന്ന് എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഉണ്ണിയാർച്ചയ്ക്ക് ചന്തുവിനോട് അടുപ്പമുണ്ടല്ലേ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ചന്തുവിനെ പുള്ളിക്കാരിക്ക് ഒഴിവാക്കേണ്ടി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഫീലിംഗ് ഉണ്ടാവില്ലേ, ചന്തുവിന് ഫീലിംഗ് ഉണ്ടാവില്ലേ? ചന്ദന മണിക്കെട്ടിൽ ചെന്തയിടാൻ തുടങ്ങിയിരിക്കും മുത്താശ്ശേരിയിൽ ഇപ്പോൾ ഒരു ഡയലോഗുണ്ട്. ചന്ദന മണിക്കെട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടാണ് പുള്ളി വരുമ്പോൾ പറയുന്നേ ഞാൻ ഇങ്ങനെ വേറെ. അപ്പോൾ അതിലൂടെ ഒന്ന് കടന്നുപോയി നോക്കി, ചന്തുവിൻ്റെ മനസ്സിൽ കൂടെ ഒന്ന് കടന്നുപോയി നോക്കി, ഉണ്ണിയാർച്ചയുടെ മനസ്സിൽ കൂടെ ഒന്ന് കടന്നുപോയി നോക്കി. വാറിയേഴ്സാണ്, യോദ്ധാക്കളാണ്, മരണത്തിനെ പേടിയില്ല, ആയുധങ്ങൾ കയ്യിൽ മെയ്വഴക്കമുള്ള ആയുധങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകാൻ നിൽക്കുന്ന ചേകവന്മാർക്ക് വികാരങ്ങളില്ലേ? അതുമാത്രമേ എം ടി കടന്നു പോയിട്ടുള്ളൂ. അങ്ങനെ വികാരങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളും ഇമോഷൻസും വരുന്ന സമയത്ത് സംഭവിക്കാന്നുള്ള കാര്യങ്ങൾ എം ടി പറഞ്ഞിട്ടുള്ളൂ. അത് ചിന്തിക്കാൻ എം ടിക്ക് സാധിക്കുള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ. ഇതൊരു ഹ്യൂമൻ ബീയിങ് ആണ്. വാറിയർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആണ് വാറിയർ, അല്ലാതെ വാറിയർ അല്ല. സാധാരണ മനുഷ്യരാണ്, അവർക്ക് വികാരങ്ങളില്ലേ? ഉണ്ണിയാർച്ചയെ പോലൊരു കുട്ടിയെ അല്ലെങ്കിൽ പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചതല്ലേ, പിന്നെ എന്തിനാണ് എന്നെ ഒഴിവാക്കിയത്? ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ചന്തു ശരിയാണ്. ചന്തു എന്ത് തെറ്റാ ചെയ്തത്? ആരെ ചതിച്ചു എന്ന് പറയുന്നേ? എന്തിന് ചതിച്ചു എന്ന് പറയുന്നേ? ഇതിൻ്റെ ന്യായീകരണങ്ങളും ആ മനസ്സിലൂടെ എം ടി കടന്നു പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ സിനിമ എന്ന് പറയുന്നത്. ഉണ്ണിയാർച്ചയ്ക്ക് ന്യായമുണ്ട്, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, ആങ്ങളെ തിരിച്ചുകൊണ്ടുവന്ന കല്യാണം കഴിക്കും, പക്ഷെ ആങ്ങളെ വന്നില്ല. എൻ്റെ കഥ കടയ്ക്കാനുള്ള മാർഗമില്ല. എല്ലാവരും ശരിയാണ്, അതിലെ നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ് ഒരു ഡയലോഗില്ലേ പടത്തിൽ? അതിനൊരു ഉത്തരം, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, തെറ്റുമാണ്. അങ്കത്തട്ടും അതുകൊണ്ടല്ലോ ഇപ്പം നമുക്ക് ചന്തു അവിടെ വരാൻ നേരത്തുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. ചന്തുവിന് ഇതൊക്കെ പുതുമയായിരുന്നു, ഈ അങ്കത്തട്ടും. പിന്നെ ബേസിക്കലി അതിനോടൊപ്പം തന്നെ കളരി സത്യം പറഞ്ഞാൽ വരുന്ന തുടക്കത്തിലേക്കുള്ള ആ സീനുണ്ട്. ചന്തു ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ ഒരു വീടും ചുഴിയുടെ ശബ്ദം പലയിടത്തായിട്ട് ഫ്രെയിമിൽ ആ സീനിലൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഗതി ഉണ്ടല്ലോ. അവിടുത്തെ കുട്ടികളുടെ ഡ്രസ് ആണെങ്കിലും അവരുടെ ജുവലറീസ് ആണെങ്കിലും എല്ലാം ചന്തുവിന് പുതുമയായിരുന്നു. അപ്പൊ ആ ഒരു ജേർണി ആണല്ലോ തുടക്കത്തിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചോണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണ് മലയനോട് തൊടുത്തു മരിച്ച അച്ഛന്റെ മകൻ അല്ലേ എസ്റ്റാബ്ലിഷ് ചെയ്താൽ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതെ, തുടക്കത്തിൽ ആ ഒരു ജേർണി കാണിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് അവിടെ യൂസ്ഡ് ആയി വരുന്നതും പിന്നീട് അവിടെ നിന്ന് എന്താണ് കല പഠിക്കുക, മീൻസ് അവരുടെ ആയുധ കല പഠിക്കുന്നതും ഒക്കെ ഒരു ജേർണി. അവിടെയെല്ലാം പുള്ളിയുടെ മനസ്സിലുള്ള ചിന്ത എന്താ? ഉണ്ണിയാർച്ച അല്ലേ? ഉണ്ണിയാർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ വലിയ ചേകവരെ പേര് ഞാൻ മറന്നിരിക്കുന്നു, അദ്ദേഹത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റും കൊണ്ട് മാത്രമല്ല പുള്ളി അവിടെ നിൽക്കുന്നത്. പിന്നെയല്ലേ ചതിക്കപ്പെടുന്നതും, പിന്നെയല്ലേ ആരോമലിൻ്റെ ചില കാര്യങ്ങൾ വരുന്നതും. അതിനാണല്ലോ അത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. ഇന്ന് കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ മെയിൽ ഈഗോസ് ബേസിക്കലി ജഡ്ജ് ചെയ്യുന്നതിൽ മെയിൽ ഈഗോസ് ഇപ്പൊ അയ്യപ്പൻ കോശി ഒക്കെ ആണെങ്കിലും നാഷണൽ ലെവലിലൊക്കെ ചർച്ച ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ കോർ എന്ന് പറയുന്നത് മെയിൽ ഈഗോസ്. പക്ഷെ യഥാർത്ഥത്തിൽ ചന്തുവും ആരോമലുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊരു മെയിൽ ഈഗോ ആണ് ബേസിക്കലി ആ ചിത്രത്തിന്റെ പൂർണ്ണത സംഭവിക്കുന്നില്ല. ആ ചിത്രം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആ പൂർണ്ണതയുണ്ട്. അത് സാറ് കണ്ടപ്പോ ആ മെയിൽ ഈഗോനെ കുറിച്ച് അന്ന് നമ്മളത് ചിന്തിക്കുന്ന പ്രായമല്ല, ആ കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടമല്ല. അയ്യപ്പൻ കോശി വന്നത് 35 വർഷത്തിന് ശേഷമല്ലേ അല്ലേ? അപ്പോൾ അതൊന്നും ഒരിക്കലും അന്ന് കാലത്ത് നമുക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തിയുള്ളതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ എം ഡിയുടെ ഡയറക്ടറൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമായിരിക്കും. എനിക്കന്ന് 26 വയസ്സേ ഉള്ളൂ ഓർക്കണം കേട്ടോ. കളരി ക്രിയേറ്റ് ചെയ്തൊരു അത് ഒത്തിരി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഞങ്ങളെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കളരിയായിരുന്നു. ഈ കളരി സെറ്റ് ഒറിജിനൽ ഞങ്ങൾ കേരളത്തിൽ ഓൾമോസ്റ്റ് കളരിയിൽ ഞാനും കൃഷ്ണമൂർത്തിയും കൂടെ അദ്ദേഹം കൂടെ പോയിട്ടുണ്ട്. പല കളരി ഇതിൻ്റെ ഒരു 10-1 ഉള്ളൂ. കളരി വളരെ ചെറുതാണ്, പക്ഷേ ക്യാമറ പോലും വയ്ക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അങ്ങനെയാണ് ഇതിന് വലിപ്പം കൂടിയത്. കളരി വലുതാകുമ്പോൾ വീട് വളരണം. അങ്ങനെയാണ് ഇത് കുറേശ്ശെ ഇതിനൊരു സ്റ്റഡി നടത്തിയിരുന്നത്. ഒരിക്കലും സ്റ്റഡി നടത്തിയില്ലെന്ന് പറയാൻ പറ്റില്ല. 1 മാസത്തോളം ഞങ്ങൾ പലയിടത്തും പോയി ഫോട്ടോഗ്രാഫ് എടുത്ത് ഡയറക്ടറെ കൊണ്ട് കാണിച്ച് പലയിടത്തും ഡയറക്ടർ നേരിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഉടലെടുത്ത ഒരു ചിന്തയിലാണ് ഇതിന് വലിപ്പം കൂടിയത്. സിനിമാറ്റിക് ക്യാമറ വെക്കാൻ സ്ഥലം വേണ്ടേ, മൂവ് ചെയ്യാൻ സ്ഥലം വേണ്ടേ? ഒരു കുറച്ച് വലിപ്പം കൂടി വന്നപ്പോൾ ഇത് പുത്തൂരം വീട് വലുതായി, നാച്ചുറലി വലുതായി. അങ്ങനെയാണ് വളർന്നു വന്നത്. കളരിയുടെ ബേസിക്കായിട്ട് ചെയ്തിരിക്കുന്ന CVN കളരി ട്രിവാൻഡ്രത്ത് സത്യൻ ആണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിരുന്ന പുള്ളിയാണ്. അവിടുന്നാണ് വാളും പരിചയം എല്ലാം ഒറിജിനലി ഞങ്ങൾ അവിടുന്ന് ആ ഡമ്മി വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അവരുടെ മോഡൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു.
കളരി സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ക്രിയേറ്റ് ചെയ്തു. ഒറിജിനൽ കളരി അല്ല, കുറച്ച് സിനിമാറ്റിക്. ഇപ്പോൾ അതിനകത്തൊരു പൂത്തറ ഇവരുടെ ഒരു അരങ്ങേറ്റമുണ്ട്, മമ്മൂക്കയുടെയും ഉണ്ണിയാർച്ചയുടെയൊക്കെ ഒരു അരങ്ങേറ്റമുണ്ട്. അപ്പോൾ ഇനിഷ്യലി കാണുന്നൊരു പൂത്തറ തൊഴുന്നൊരു അതൊക്കെ ഞങ്ങൾ രണ്ടാമത് ഒരു ആർട്ടിസ്റ്റിക്കലി ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ കളരിയുടെ ചുവടുകൾക്കൊന്നും വ്യത്യാസമില്ല കേട്ടോ, അതൊക്കെ റിയൽ ചുവടുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നില്ല. ഈ കളരി ആർട്ട് ടീം തന്നെ ക്രിയേറ്റ് ചെയ്തത്, മീൻസ് അതിന്റെ ഒരു ആർട്ട് ടീം അത് ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. ഈ കളർ പാലറ്റ് ഉണ്ടല്ലോ, ഒരു റെഡ്, കേരളത്തിന്റെ ഒരു സാധനം എപ്പോഴും ചെമ്മണ്ണിന്റെ കളർ ആ ചിത്രത്തിൽ എപ്പോഴും ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കളർ പാലറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് അത് ബ്ലാക്ക് ആയിരുന്നു ആദ്യം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഈ ക്യാമറാമാൻ നമ്മളെ ബാബുവേട്ടനാണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും കുറച്ചൊന്ന് ലിബർട്ടി എടുത്തതാണത്. അത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ലിബർട്ടി എടുത്തതാണ്. ബ്ലാക്ക് ആണെങ്കിലും ഒന്നും ഫുൾ ബ്ലാക്ക് ആയിരിക്കില്ല. ഇന്നിപ്പം പല ചിത്രങ്ങളും ഈ ബ്ലാക്കില്, പക്ഷെ ഈ റെഡിന്റെ ബ്യൂട്ടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം അത് റീമാസ്റ്റർ ചെയ്ത് വരാൻ നേരത്താണെങ്കിലും സത്യം പറഞ്ഞാൽ പല ഫ്രെയിംസിന്റെ അത് ആ ഒരു പോലും ആ റെഡിന് ഇത്രയും ബ്യൂട്ടി ആയിട്ട് അത് കൃഷ്ണമൂർത്തിയുടെ ഒരു വിഷനാണ് പുള്ളിയുടെ. മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു നടനിലേക്ക് എത്താൻ നേരത്ത് ബേസിക്കലി മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്ന് അതിനെ ഒരുപാട് എന്താണ് സ്റ്റഡി അക്കാഡമിക് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഇന്നൊരു കാലഘട്ടമാണല്ലോ. ബേസിക്കലി മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ആക്ടിങ്ങിനെയാണെങ്കിലും വടക്കം വീരതയില് പുള്ളിയുടെ പെർഫോമൻസിനെയൊക്കെ ആണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ മെത്തേഡ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലല്ലല്ലോ അതിനെ കാണുന്നത്. മമ്മൂട്ടി വരുന്നു, മമ്മൂട്ടിയുടെ തനി ശൈലിയിലും മെയ് വഴക്കത്തിലും ഡയലോഗ് പ്രസന്റേഷന്റെ ഗ്യാപ്പിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അന്ന് അങ്ങനെ അഭിനയിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു സാർ നോക്കിയത് അന്നത്തെ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ആക്ടിങ്ങും? ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നതിന് മുമ്പ് ഡയറക്ടറും MD വാസുദേവൻ സാറും ഞങ്ങളുമൊക്കെ ചെറിയ ഒരു സീനിയറായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. മമ്മൂക്കയും ഇരുത്തിയിട്ട് ഇതെങ്ങനെയാണ് എൻ്റെ ഒരു ആക്ടിങ് പാറ്റേൺ, ഇതെന്താ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പല പഴയ പടക്കൻ പാട്ടുകളും നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അഭിനയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ ആകരുത്, കുറച്ചുകൂടെ റിയാലിറ്റി ആവണം. പിന്നെ ഈ ഡയലോഗുകളുണ്ടല്ലോ, ഒരു 2-3 ടൺ വെയിറ്റുള്ള ഡയലോഗ്സാണ്. അപ്പോൾ അത് പറയാൻ ഒരു ടോൺ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് പോലെയേ പറയാൻ പറ്റൂ, ഇപ്പോൾ ഉള്ളതുപോലെ പറയാൻ പറ്റൂ. ഒന്ന് മാറ്റി പറഞ്ഞു നോക്കി. പറയുമ്പോൾ അതായത് ഒരു ഡയറക്ടർ ഹരിഹരൻ സാർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഹോൾ സിനിമ പുള്ളിയുടെ മനസ്സിൽ വന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ പോക്കറ്റ്സേ ഉള്ളൂ ഫില്ല് ചെയ്യേണ്ടത്. അതിൽ പെട്ടതാണ് ഇതെല്ലാം. അപ്പം MD സാറിൻ്റെ ഡയലോഗിനെ മാറ്റി പറയാൻ പറ്റില്ല, ഈ എമോഷനിലേ പറയാനും പറ്റുള്ളൂ. ഞാൻ പറയാം, ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ആയിരുന്നു, കുറച്ച് എക്സാജറേഷൻ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അന്ന് അക്സെപ്റ്റ് ചെയ്ത് ഇതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഡയലോഗിനെ മാറ്റി പറയാൻ പറ്റില്ല. ഇപ്പം ഡബിങ്ങിനാണെങ്കിൽ പോലും ഞങ്ങൾ ചെറുതായിട്ടത് മാറ്റിയിട്ടുണ്ടെങ്കിൽ പുള്ളി ഒന്ന് കറക്റ്റ് ചെയ്യും. ഈവൻ മോഡുലേഷൻ പോലും എത്രയോ തവണ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആ സിനിമയിൽ എല്ലാ ക്യാരക്ടറുമായിട്ട് MD മാറുന്നു എന്നുള്ളതാണ്. ഉണ്ണിയാർച്ചയായിട്ട് മാറുന്നുണ്ട്, അരിങ്ങോടരായിട്ട് മാറുന്നുണ്ട്, ചന്തുവായിട്ട് മാറുന്നുണ്ട്, ആരോമൽ ചേകവരായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും പ്രകടമാവണമെന്നില്ല. പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല, അത് മുഖത്തൊന്നും പ്രകടമാകുകയില്ല. അദ്ദേഹം പറയുന്ന ഡയലോഗ്, പക്ഷെ ആ പറയുന്ന വാക്കുകളിൽ കൂടെ നമുക്കത് മനസ്സിലാവും. ഒരിക്കൽ ഞാൻ ഡയലോഗ് മാറ്റി ഡബ് ചെയ്തു. അദ്ദേഹം എന്നെ വിളിപ്പിച്ച് കുറേ അദ്ദേഹം എങ്ങനെയാണിത്, എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് എഴുതുന്നത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് തെറ്റരുത്, കറക്റ്റായിട്ട് ഡബ് ചെയ്യുന്നതിന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഒരു വാക്ക് പോലും തെറ്റരുത്. ഞാൻ റീഡബ് ചെയ്തു. അതെ അതെ, ആനയുള്ളടുത്ത് പോയി ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞിങ്ങനെ കേട്ടത്. അതുകൊണ്ടല്ല, ഇത് ഞാൻ ഇവിടെ കണ്ടു. ആനയുള്ളടത്ത് പോയി ഷൂട്ട് ചെയ്യുകയല്ല ചെയ്തത്. ഈ സ്ഥലം ഡയറക്ടറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ആനകളൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് അവിടെ 16 ആനയെ പറ്റുള്ളൂ എല്ലാം കൂടി. ഈ ആനകൾ ഫ്രെയിമിൽ വരാതെ ഒരു ആനയെ മാത്രം വച്ചിട്ട് മറ്റാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് അരിങ്ങോടടുത്തും ഇല്ല, ആനയില്ല. ആന അവിടെ അംഗത്തിന് മാത്രമേ ആനയുള്ളൂ. അങ്ങനത്തെ ഒരു ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ലായിരുന്നല്ലോ. ഉണ്ട്, ഒരുപാട്. അങ്ങനെ ഓരോ ഭാഗങ്ങളും പലയിടത്തും എടുത്തിരിക്കും. ഇപ്പം കുളം എടുത്തിരിക്കുന്ന വേറെ സ്ഥലത്താണ്. അവിടെ അരിങ്ങോട് പുത്തൂരം വീട്ടിലെടുത്തിരിക്കുന്ന അകത്തുള്ള ഒരു താമര ഉള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതും 2-3 റൂംസ് മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ. ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അന്ന് ഈ റോപ്പില്ല, ആൾക്കാരെ കെട്ടിയിട്ട് ഉള്ള റോപ്പ് പരിപാടി അന്ന് ജസ്റ്റ് ഇനിഷ്യലാണ്. ഞങ്ങൾ പേടിച്ചിട്ട് അത് ചെയ്യാതിരുന്നതാണ്. താരാ മാഷാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്, ഫൈറ്റ് മാഷ് അദ്ദേഹമാണ്. പക്ഷെ അന്ന് റോപ്പിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാനുവലി തന്നെയാണ്, ജമ്പിങ് ഒക്കെ മാനുവലി ചെയ്തിരിക്കുന്നതാണ്.
വളരെ അപകടം പിടിച്ച പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കിടെ കാലിൽ വാള് വീണിട്ടുണ്ട്, ഒരാളുടെ വിരലറ്റ് പോയിട്ടുണ്ട്. ഈ 2-3 ഇൻസിഡൻറ്റ് ഒഴിച്ചാൽ ബാക്കിയുള്ള അപകടങ്ങളൊന്നും ഇല്ലാതെ ദൈവം രക്ഷിച്ചു കൊണ്ടുപോകും. എല്ലാം റിയലി ചെയ്തിരിക്കുന്നതാണ്. അല്ല ബേസിക്കലി അത്രയും അത് ക്യാമറ ട്രിക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ്. എങ്ങനെ ക്യാമറ ട്രിക്ക്? ഗ്രീൻ സ്ക്രീൻ ഇല്ല, ബ്ലൂ സ്ക്രീൻ ഇല്ല, മാറ്റ് ഇല്ല, ഒന്നുമില്ല. എന്ത് ക്യാമറ സ്ക്രീൻ? 25 കിലോ വെയിറ്റ് ഉള്ള ആരിഫ്ലെക്സ് വെച്ചിട്ട് എന്ത് ക്യാമറ ട്രിക്ക് കാണിക്കാൻ? റിയൽ. അവിടെയാണ് നമ്മൾ ഹാറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഫൈറ്റ് മാസ്റ്റർ ആണെങ്കിലും ഈവൻ കളരിയിലെ സത്യനാണെങ്കിലും ഡ്യൂപ്പൊക്കെ വളരെ വെൽ മാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം റിയലായിട്ട് ചെയ്തിരിക്കുന്നതാണെല്ലാം. വാളൊക്കെ റിയൽ വാളാണ്. ഒരു പ്ലാസ്റ്റിക് വാളോ ഒരു റബ്ബർ വാളോ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ആണ്. അല്ല അതുകൊണ്ടാണ് അത് റിയാലിറ്റി ആയിട്ടിരിക്കുന്നത്. ആ സൗണ്ടുകൾ കേട്ടില്ലേ, അതിന്റെ തിളക്കം കണ്ടില്ലേ? ഈ സൗണ്ട് റെക്കോർഡിംഗ് ബേസിക്കലി സൗണ്ട് കൊറിയോഗ്രാഫി റെക്കോർഡ് ചെയ്തെടുത്തത് എങ്ങനെയായിരുന്നു ആ പ്രോസസ്? അവിടെ പറയുകയാണെങ്കിൽ ഇനി അത് റിവീൽ ചെയ്യാം. എന്ന് വെച്ചാൽ അന്ന് അവിടെ ആകപ്പാടെ 10 മലയാളം ഡബ്ബിങ് ആർട്ടിസ്റ്റേ ഉള്ളൂ. ഈ 10 പേരുടെ സൗണ്ട് അല്ലല്ലോ അങ്കത്തട്ടി കിടക്കുന്നത്, ആണോ? അല്ല. അപ്പോൾ ഡബ്ബിങ്ങിൻ്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയായിരുന്നു. അവിടെ പ്രസാദിൽ ചെറിയ സ്റ്റുഡിയോ 1 മന്ത് ഞങ്ങളുടെ കയ്യിൽ ആയിരുന്നു. അപ്പോൾ ഈ അന്ന് ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന സമയമാണ്. പല ഇംഗ്ലീഷ് പടത്തിൽ നിന്നും സൗണ്ട് ആ വോയിസ് മാത്രം എടുത്തിരുന്നു ഞങ്ങൾ, ക്രൗഡ് മാത്രം. അത് റോയൽറ്റി ഇതില്ലാത്ത രീതിയിൽ 5 സെക്കൻഡ് 10 സെക്കൻഡ് പലയിടത്തും എടുത്തിട്ട് അത് ഈ ഡബ്ബിങ് സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഈ ക്രൗഡ് ഇട്ടിരിക്കുന്നത്. എല്ലാത്തിൽ 10 സെക്കൻഡ് 5 സെക്കൻഡ് എടുത്ത് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഒറിജിനൽ സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മലയാളം വാക്കുകൾ മിക്സ് ചെയ്തിട്ട് 5-10 ട്രാക്ക് ആക്കിയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി 5-10 ട്രാക്ക് ആക്കിയിട്ട് ഒരുമിച്ച് റീമിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ കിടക്കുന്ന സൗണ്ട്. ഡബിൾ ട്രാക്കിന്റെ ഒരു വർക്ക് അതിന്റെ അത് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾ ട്രാക്കിന്റെ വർക്ക് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മമ്മൂക്കയുടെ അകത്ത് ഡബ്ബിങ് വോയിസ് ഉണ്ടല്ലോ, അദ്ദേഹം വന്നു, ഘനഗാംഭീര്യമായ ശബ്ദമാണ്, പക്ഷെ ഏജ് ഫീൽ ചെയ്യുന്നില്ല, ഏജായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ശബ്ദം ബേസാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഡബ് ചെയ്തിട്ട് പോയി, പഴയ ഓൾഡ് ഏജിൻ്റെ ഒരു സീൻ ഡബ് ചെയ്തിട്ട് പോയിട്ട് ഞാൻ ശങ്കർ എന്നൊരു റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ ഒരു 5 മണിക്കൂർ പരീക്ഷണം നടത്തി നോക്കി. ഒരു ഫ്രെയിമിന് അപ്പ് വെച്ചിട്ട് ഒരു ട്രാക്കിൽ ഒരു ഫ്രെയിമിന് അപ്പ് വെച്ചിട്ട് ഒരു ഫ്രെയിമിന് താത്ത് വെച്ചു. അപ്പോൾ റെക്കോർഡ് സാർ രാവിലെ വന്നാൽ കറക്റ്റ് വോയിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറക്ടർ എടുത്ത് പറഞ്ഞു. ഡയറക്ടർ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു. ഞാൻ തന്നെയാണ് രാവിലെ പോയി കറക്റ്റായിരുന്നു. അത് മോർണിംഗ് 6 മണിക്ക് മിണ്ടാതെ വന്നിട്ട് അങ്ങനെ ഒരു 5-8 ദിവസം കൊണ്ടാണ് ആ വോൾട്ടേജ് ഡബ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ വോൾട്ടേജ് ഡബ് ചെയ്തിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ ആ ഒരു ട്രാക്കിൽ അന്ന് എക്കോ മാത്രമേ ഞങ്ങൾക്ക് സംവിധാനമുള്ളൂ, വോയിസ് സാമ്പിളിംഗ് ഒന്നുമില്ല. എക്കോ അല്ലെ റീവർബ്, കുറച്ച് എക്കോ ഇട്ടിട്ട് ഒരു ട്രാക്കിൽ ഒറിജിനൽ ഒരു ട്രാക്ക് ഒറിജിനൽ വെച്ചിട്ട് ഒരു ട്രാക്കിൽ കുറച്ച് എക്കോ ഇട്ടു. എല്ലാവരും കേട്ടപ്പോൾ വളരെ ഹാപ്പിയായി, മമ്മൂക്ക ഹാപ്പിയായി. അങ്ങനെയാണ് സൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പിന്നെ മമ്മൂക്കൊന്ന് ഒത്തിരി വർക്കുള്ള സമയമാണ്. രാത്രി 2 മണിക്ക് 3 മണിക്കൊന്ന് കിടക്കുന്ന ആ മനുഷ്യൻ അവിടുന്ന് രാവിലെ 6 മണിക്ക് എണീറ്റ് ഡബ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കന്നുള്ള ഒരു മാരുതി വാന, ആരുടെ കൊച്ചിന് അനിയപ്പറ്റ ഒരു മാരുതി വാന. ഞാൻ തന്നെ വുഡ്ലൻഡ്സിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരിക. ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്, ഷൂട്ടിങ്ങിന് സ്ട്രെയിൻ എടുത്തിട്ടില്ലേ. ഈ അതോടൊപ്പം തന്നെ ബേസിക്കലി ഈ നമ്മളിപ്പം ഇതൊക്കെ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണല്ലോ. ഇപ്പം അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന എക്സ്പെരിമെന്റുകൾ, ചിന്തിച്ചുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈ ഡബിൾ ട്രാക്ക് ഈ ടൈമിൽ ഡബ് ചെയ്യണം എന്ന് പറയുന്നത്, അതൊരു ആക്ടർ ബേസിക്കലി അത് മനസ്സിലാക്കാന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ മമ്മൂട്ടിയെ ഹാറ്റ് ഓഫ് ചെയ്യുന്നത്. അത് സമ്മതിച്ചല്ലോ, പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ എന്തോ ചെയ്തോന്ന് പറയാം, എൻ്റെ പണി കഴിഞ്ഞെന്ന് പറയാം. പക്ഷെ അതൊന്നും അദ്ദേഹം പറയല്ല. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് കിട്ടാൻ യോഗ്യനാണ്. കാരണം ബിഹൈൻഡ് ദ വർക്ക് ഞങ്ങൾക്കറിയാമല്ലോ. അഭിനയത്തിനാണ് നാഷണൽ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അഭിനയത്തിന് ശേഷമുള്ള കുറേ വർക്കുണ്ടല്ലോ, അത് ഞങ്ങൾക്കറിയാം. അവിടെ അദ്ദേഹം അർഹിക്കുന്നു. ചന്തുവിന്റെ ഏറ്റവും എന്താണ് പുത്തോപുരം വീട്ടിൽ നിന്ന് ചന്തുവിന് കിട്ടിയ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് സാധനം എന്ന് പറയുന്നത് 19ാമത്തെ അടവാണ്. അത് ബേസിക്കലി സിനിമയില് കാണിക്കുന്നില്ലല്ലോ. എന്തായിരുന്നു 19ാമത്തെ അടവ്? 19ാമത്തെ അടവ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിലെ കളരി മുഴുവൻ അന്വേഷിച്ചു. അപ്പോൾ പലരും പലതും പറയുന്നുണ്ട്, പൂഴിക്കടകം പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സിനിമാറ്റിക് അല്ല. ചൂണ്ട് മർമ്മം എന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. ചൂണ്ടിയാൽ നിൽക്കുന്ന മർമ്മമാണ് 19ാമത്തെ അടവ്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് സിനിമാറ്റിക്കലി ഡയറക്ടർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർക്കത് പറ്റില്ല. അങ്ങനെയാണ്. പൂഴിക്കട എത്ര നേരം കാണിക്കാൻ പറ്റും? ഇത്രയും വലിയ അപ്പം ആലോചിക്കണം, സിനിമ തീർന്നിരിക്കണു.
ഈ സിനിമയുടെ 19ാം തടവ കാണിക്കേണ്ടത്. ഇത്രയും ജൈജാരിക ഒരു ഹ്യൂജ് സിനിമയുടെ 19ാം തടവ് എന്തായിരിക്കണം? അപ്പോൾ അതിന് അത്രയ്ക്ക് എഫക്റ്റിൽ പലരും, രാമേന്ദ്ര ബാബു സാർ എന്തോ പറഞ്ഞു, കൃഷ്ണമൂർത്തി സാർ എന്തോ പറഞ്ഞു, ഞാനെന്തോ പൊട്ടത്തരം പറഞ്ഞു, ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല അദ്ദേഹം. വെയിറ്റ്, അപ്പോൾ MT പറഞ്ഞത് 19ാം തടവാണ്, നിങ്ങൾ കണ്ടുപിടിക്കൂ. നമ്മളെവിടെ പോയിട്ട് കണ്ടുപിടിക്കാനാ? സാധനം ഇല്ലല്ലോ. അവസാനം ഷൂട്ടിങ്ങിൻ്റെ ഞാൻ എവിടെ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, ഷൂട്ടിങ്ങിൻ്റെ റിലീസിൻ്റെ 2 ആഴ്ച മുമ്പാണ് നമ്മൾ പോയിട്ട് പറഞ്ഞു, സാർ 19ാം തടവ് ഇല്ല, സാർ എന്തെങ്കിലും ചെയ്തു തരുമെന്നും. അങ്ങനെയാണ് ആ സീനായിട്ട് പുള്ളി മാറ്റിയത്. 19ാം തടവ് എനിക്ക് അറിയാമെന്നും ഞാൻ നിങ്ങളിൽ പ്രയോഗിച്ചാൽ നിങ്ങളുടെ ജീവന് ഹാനി വരുമെന്നും ധരിപ്പിച്ചുകൊണ്ടുള്ള സീനുണ്ടല്ലോ, അവസാനത്തെ സീനുണ്ടല്ലോ, ഇതോ അംഗം, ഇതല്ല അംഗം എനിക്കറിയാം, ദാറ്റ് ഈസ് സൈനോ 19ാം. അത് അറിയാമെന്നുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് 19ാം തടവ് ക്രിയേറ്റ് ചെയ്തിരിക്കണം MT. എന്ത് പവർഫുൾ സീനായിരുന്നു അത്. ഡയലോഗ് അത് 2 ആസ്പെക്റ്റുണ്ട്. ഒന്ന്, ചന്തു മരിക്കണം. 19ാം തടവ് എടുത്ത ചന്തുവിന് മരിക്കാൻ പറ്റില്ല. ചന്തു ഇവരെ കൊല്ലേണ്ടി വരും. അതുകൊണ്ടാണ് പുള്ളി എടുക്കാത്തത്. ഈ ചെറുബാല്യം പെടാത്ത നിങ്ങളുടെ കളിക്ക് കൊടുക്കാൻ കൂട്ടുനിന്നതോ അംഗം ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതുമല്ല, ഇവരുടെ ബോഡി ലാംഗ്വേജസും ഇതൊക്കെ കണ്ടിട്ട് ചന്തുന് മനസ്സിലായി ഇവർ പാകമായിട്ടില്ലെന്ന്. ചോദിച്ചില്ല, പരിചയക്ക് വെട്ടി ഒഴിഞ്ഞ അതുപോലെ നിങ്ങൾക്ക് തേഞ്ഞില്ലേയും ചോദിക്കുന്നുണ്ട്. പരിചയ പിടിക്കാനുള്ള മീൻസ് അത് ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ്. അത് ഈ പറഞ്ഞ പോലെ സാറ് ആ ടൈമിൽ MT സാറ് എഴുതി തന്ന സാധനം കൊണ്ട് സാറ് ഓടി വരികയായിരുന്നു, സാർ ഇത് കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ പുള്ളി എല്ലാ ദിവസവും ഡബിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഫൈനൽ ഡേ സാറ് അടുത്ത താമസിക്കുന്നത്, ഫ്ലാറ്റ് അടുത്തായിരുന്നു. അപ്പോൾ എങ്കിലും വണ്ടിയിൽ പുള്ളി വരും, ഞങ്ങൾ വെയിറ്റ് ചെയ്യും, എന്തെങ്കിലും നോട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പോകൂടെ, പിറ്റേ ഞങ്ങൾ റീഡബ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അങ്ങനെ അന്ന് ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ഷൂട്ടിംഗ് വയ്ക്കാൻ പറഞ്ഞ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയും, സാർ ഇന്ന് ഷൂട്ടിംഗ് ആണ്, അപ്പോൾ റെക്കോർഡിസ്റ്റ് പോയി ലോക്ക് ചെയ്തിരുന്നാൽ മതി. പുള്ളി പോയി. ആണല്ലേ എന്ന് ചോദിച്ചു. പേപ്പർ കൊടുക്കാൻ പേപ്പറില്ല. ഒരു ടേക്കൺ സീൻ്റെ പിറകുവശം കൊടുത്തു. 10 മിനിറ്റ് എടുത്ത് പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് നിന്നു. ഒരു അരമണിക്കൂർ എന്നെ വിളിച്ചു. അദ്ദേഹം തന്നെ വായിച്ച് കേൾപ്പിച്ചു. അതാണ് ആ സീന്. ഇവിടെ നമുക്ക് മേക്കപ്പ് ഇട്ട് തുടങ്ങി. അവിടെ ഇവിടുന്ന് ഞാനിതും കൊണ്ട് ഊട്ടി വണ്ടി കയറി അതായത് സാറിനെ അവിടെ വിട്ടിട്ട് സാർ വന്നു. കുറേ കഴിഞ്ഞ് അദ്ദേഹം വന്നു, കൊടുത്തു. വരികയുടെ സാർ കിട്ടി സാർ എന്ന് പറഞ്ഞു. സാർ എന്താ സീന്. അതിനുശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ. പിന്നെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ എന്താ സംഭവം എന്നുള്ളത്, എല്ലാവരും കൂടിയിരുന്ന് വായിക്കുകയല്ലേ. ആ ഒരു യൂണിറ്റി ഉണ്ടല്ലോ, അതൊരിക്കലും എത്ര ജന്മം കഴിഞ്ഞാലും അത് മറക്കാൻ പറ്റില്ല. ഞങ്ങൾ ആ ഒരുമിച്ചുള്ളൊരു യൂണിറ്റി ഉണ്ട്. ഈ പടത്തിന് എന്ത് ചെയ്യാം, എങ്ങനെ കൊണ്ടുവരാം, ഓരോ സീൻ വായിക്കുമ്പോഴും ഭയങ്കരം അതങ്ങനെ ഇതിങ്ങനെ പറയുന്നൊരു ഇതുണ്ടായിരുന്നു. ഒന്ന് കാരവൻ ഇല്ലല്ലോ, മമ്മൂക്കയുടെ കാരവൻ അദ്ദേഹത്തിന്റെ കോൺഗ്രസ് വണ്ടി തന്നെയായിരുന്നു. അല്ലെ പുള്ളി റെസ്റ്റ് എടുക്കുക, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല, അത്ര വഴിയില്ല. ഹരിഹരൻ സാറിന്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈല് സാർ എങ്ങനെയായിരുന്നു? അത് വളരെ അദ്ദേഹത്തിൻ്റെ പോലെ ഒരു ഡയറക്ടർ, ഹരിഹരൻ സാർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ട് ഡയറക്ടറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 20-22 സിനിമ വർക്ക് ചെയ്ത ഒരാളാണ്. 35-40 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ 3/4 ഭാഗവും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ. കമാൻഡുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എന്ത് വേണമോ അത് കൃത്യമായിട്ട് പറയാനും ചെയ്യിക്കാനും ഒരു കോംപ്രമൈസും ഇല്ലാതെ പറയാനും അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ അതങ്ങനെയല്ല ഇങ്ങനെയല്ല, കൺഫ്യൂഷൻ കണ്ടിട്ടില്ല. കൃത്യമാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ആ ക്യാമറയെ പറ്റിയൊക്കെ നല്ല ഇതുള്ള ആളാണ്. അവിടെ നിന്നാണ് നമ്മൾ പഠിച്ചതല്ല. തിങ്ക് ബിഗ് എന്നൊക്കെ പറയുന്നില്ല, അത് ബേസിക്കലി ഹരിഹരൻ സാറിന്റെ കാര്യത്തിൽ വാസ്തവമാണ്. ഓരോ ഫ്രെയിമിലും ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ ലക്ഷറീസ് ആയിട്ട് ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ ലക്ഷറി തന്നെയാണ് ഫ്രെയിം ആണെങ്കിലും. അത്രയും വൈഡ് ഫ്രെയിംസ് നമ്മൾ സത്യം പറഞ്ഞാൽ അന്നത്തെ സിനിമയിലൊന്നും പിന്നീട് റീകളക്ട് ചെയ്യാൻ റീവിസിറ്റ് ചെയ്യുമ്പോഴൊന്നും കണ്ടിട്ടില്ല. കാര്യം വടക്കം വീരതയാണെങ്കിൽ സാറിന്റെ പല ചിത്രങ്ങളിലും വൈറ്റ് ഫ്രെയിംസ് ഒരുപാടുണ്ട്. ആ വൈറ്റ് ഫ്രെയിംസ് വെക്കുക എന്ന് പറയുന്നത് അത് മൊത്തം ഫില്ല് ചെയ്യണം. അത് അവിടെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക്. അതായിരുന്നു ഈ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, അംഗം ഒഴിച്ചിടാൻ പറ്റില്ല. അതിനാണ് ആനയെ കൊണ്ട് നിർത്തിയത്. ഒരു സ്ഥലത്ത് മുഴുവൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആന, 2 കുതിര, മേളക്കാർ, ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ വൈറ്റ് ഫ്രെയിം വയ്ക്കാം, പക്ഷെ അതിനുമുമ്പ് അദ്ദേഹം ചോദിക്കും എല്ലാം റെഡിയാണോ, സാധനങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണ് അദ്ദേഹം അതൊക്കെ ചെയ്യുന്നത്.
ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു മെയ്വഴക്കം നേരത്തെ പറയാൻ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അത് ബേസിക്കലി അംഗം പഠിച്ച ആളുകളുടെ ബോഡി ലാംഗ്വേജും നോർമൽ മനുഷ്യരുടെയുമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരുന്നു. അത് എങ്ങനെയായിരുന്നു ഈ ആർട്ടിസ്റ്റുകളെ ബേസിക്കലി ഈ ഒരു എന്താണ് ആയുധകല പഠിച്ച ഒരാളായി മാറ്റുന്നത് എങ്ങനെയുണ്ടായിരുന്നു? അവിടെയാണ് സത്യൻ്റെ ഒരു പ്രസക്തി ഇരിക്കുന്നത്. സത്യൻ മമ്മൂക്കയെ പഠിപ്പിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ രാജുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ഉമ്മറിൻ്റെ മകൻ റഷീദിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സഞ്ജയ്, മാധവി, ഇവരെല്ലാം ട്രെയിൻ ചെയ്യിച്ചു, ആഴ്ചകളോളം ട്രെയിൻ ചെയ്യിച്ചു. അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നമ്മൾ കാണിക്കും പോലെ അല്ലല്ലോ, ഹോൾ ബോഡി ഡാൻസ് പോലെ തന്നെ ഹോൾ ബോഡി വഴങ്ങണ്ടേ. പിന്നെ അവരൊക്കെ കുറച്ച് മാധവിക്കൊക്കെ പെട്ടെന്ന് ഡാൻസൊക്കെ അറിയാവുന്ന പെട്ടെന്ന് സാധിച്ചിരിക്കും. പക്ഷെ മമ്മൂക്ക കുറച്ചൊന്നും ആദ്യമൊക്കെ ഒന്ന്, പക്ഷെ അവസാനമൊക്കെ കറക്റ്റായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് തന്നെ. സുരേഷ് ഗോപി വിട്ടുപോയി. സുരേഷ് ഗോപി എല്ലാം വളരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങള്. അന്ന് ഈ സുരേഷ് ഈ പറഞ്ഞ പോലെ സെറ്റിൽ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ എപ്പോഴും സെറ്റിൽ തന്നെ ഉണ്ടാവും. ഹരിഹരൻ സാറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കമാൻഡിങ് പവറിന്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ ആർട്ടിസ്റ്റുകളെ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അസിസ്റ്റന്റ് ഡയറക്ടർ എപ്പോഴും ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് ഡയറക്ടേഴ്സിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ വർക്ക് ജോബിനെയൊക്കെ അവിടെ നിന്ന് നോക്കി കാണുന്നുള്ളൂ. ആർട്ടിസ്റ്റുകളോട് ഹരിഹരൻ സാറ് എന്താണ് ഓരോ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ സാർ എങ്ങനെയായിരുന്നു? അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ എല്ലാ ആർട്ടിസ്റ്റിനും അവരവരുടെ സീൻസിൻ്റെ ഫയൽ അവരുടെ റൂമിലുണ്ടാവും. മമ്മൂക്കയ്ക്ക് ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തിരുന്നു ഞങ്ങൾ. ഭാഷ അറിയാത്തവർക്ക് ഭാഷ അറിയാവുന്ന ആളെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കൊടുക്കുക, വായിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ജോലിയാണ്. ഇപ്പോൾ ഗീത വന്നാൽ ഗീതയെ ഈ കഥാപാത്രം എന്താണ് എന്ന് അതിന് ശേഷമാണ് ഇവർ ഡയറക്ടറെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഓൾറെഡി ഒരു 50% ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഡയറക്ടറെ കൂടെ ഇരുന്ന് സംസാരിച്ച് കോസ്റ്റ്യൂം ഇട്ട് കോസ്റ്റ്യൂം നോക്കി കോസ്റ്റ്യൂം ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് സെറ്റിൽ വരുന്നത്. ആര് തന്നെയാണ് ഈ പടത്തിൽ, മറ്റുള്ള ഈ പടത്തിൽ. അപ്പോൾ മാധവി വന്നാലും മാധവിക്ക് ആദ്യം സീൻ വായിച്ചു കൊടുത്തത് ഉണ്ണിനാരായണനാണ്. സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തു, ഉണ്ണിനാരായണ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുത്തു, കുഞ്ഞാർച്ചയെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി പഴയ പടങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം ആർട്ടിസ്റ്റല്ലേ, അവർക്ക് അവരുടേതായ ഒരു പവറുണ്ടല്ലോ ക്യാരക്ടറായിട്ട് മാറാനായിട്ട്. പെട്ടെന്ന് അവരങ്ങ് മാറും. പിന്നെ ഹരിഹരൻ സാറ് കണ്ടീഷൻ ചെയ്യുന്ന രീതി വളരെ വളരെ പെർഫെക്റ്റാണത്. സെറ്റിൽ നിർത്തി അവരങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സംസാരിച്ച് വഴക്ക് പറയേണ്ടത് വഴക്ക് പറയും, അല്ലാത്തപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെ കണ്ടീഷനാക്കി എടുത്ത സാറ്. തീർച്ചയായിട്ടും. പിന്നെ ആർട്ടിനും കോസ്റ്റ്യൂമിനും ബേസിക്കലി ഒരാൾക്ക് തന്നെ നാഷണൽ അവാർഡ് കിട്ടിയൊരു അപ്പൊ ഇപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ബേസിക്കലി വടക്കം വീരാതയോടൊപ്പം അത്രയും നമ്മൾ എന്താണ് ഇമാജിൻ ചെയ്യണമല്ലോ. എന്താ ഈ ആ കാലഘട്ടത്തെ തന്നെ മെൻഷൻ ചെയ്ത് ആലോചിക്കാൻ നേരത്ത് ബേസിക്കലി ഈ ഒരു കളർ പാലറ്റും ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ തന്നെയായിരിക്കും വരെ. ചന്തു നാട്ടിലേക്ക് പോകാൻ നേരത്തുള്ള ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓർമ്മയിൽ പഴയ ഇത്. അതുപോലെ ഈ പറഞ്ഞ അംഗം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഇല്ലെങ്കിൽ ഒരു വാർ കേരള പശ്ചാത്തലത്തിലെ വാർ എങ്ങനെയായിരിക്കും എന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാൻ നേരത്ത് തന്നെ വടക്കം വീരാതയിലെ ഇമേജസ് ആയിരിക്കും ഓർമ്മ വരും. അപ്പം അത് എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്? മീൻസ് കോസ്റ്റ്യൂം ആർട്ടിന്റെ അത് ഈ പറഞ്ഞ ആർട്ടിന്റെ സാറ് നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്യുന്നു. കോസ്റ്റ്യൂം കൃഷ്ണമൂർത്തി സാർ ഫയൽ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് കുറേ കാലം എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇവിടെ പോയി എന്നറിയില്ല. അത് ഓരോരുത്തരുടെയും 2-3 തരത്തിലുള്ള കോസ്റ്റ്യൂംസ്. ചന്തു ബെൽറ്റ് ഉള്ളതുകൊണ്ട്, ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെയുള്ളതുകൊണ്ട്, ഇങ്ങനെയുള്ളതുകൊണ്ട്. അതിൽ MT സാറ് ഹരിഹരൻ സാറോട് സെലക്ട് ചെയ്തതാണ് ഇപ്പോൾ കാണുന്ന ഫൈനൽ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ. പിന്നെ ഒന്ന് ആലോചിക്കണം, ഇതൊരു ഫിക്ഷനേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇത് ദർ ഈസ് നോ ഇങ്ങനെ വേണോ അങ്ങനെ വേണോന്നും എവിഡൻസ് ഒന്നുമില്ല. പാണൻ പാടി നടന്നൊരു കഥയാണ് ഈ സിനിമ. അതിൽ ചന്തു ജീവിച്ചിരുന്നു, തച്ചോളി ഉദയനൻ മുതൽ നമുക്കറിയാം. അല്ല, അതിന് മുമ്പിലേക്കുള്ളത് നമുക്കൊന്നും അറിയാൻ വയ്യ എന്താണെന്നുള്ളത് ഇല്ലേ. അതിന് കുറച്ച് ലിബർട്ടി എടുക്കാനുള്ള സിനിമ. ഇപ്പോൾ ട്രോയ് ചെയ്യുന്നൊരു സിനിമയ്ക്കകത്ത് എന്തെല്ലാം ലിബർട്ടി എടുത്തിരിക്കുന്നു, ബ്രാഡ് പിറ്റ് അഭിനയിച്ച് ട്രോയ്ക്കകത്ത്. അപ്പം അതുമാതിരി കുറച്ച് ലിബർട്ടി എടുക്കാൻ സിനിമ. കോസ്റ്റ്യൂം സ്കെച്ച്ഡായിരുന്നു. പിന്നെ അത് കളർ ചെയ്തു പുള്ളി. കളർ ചെയ്തൊരു ഫയൽ തന്നെ കൊണ്ടുവന്നിരുന്നു പുള്ളി. 3 എനിക്കവിടെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു എല്ലായിടത്ത്. A4 സൈസിനെ ലാൻഡ്സ്കേപ്പ് ആക്കി 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ബെൽറ്റൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും വേണ്ട, ഒഴിവാക്കി. അങ്ങനെ വേണ്ട, നാച്ചുറൽ ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിട്ട്. ഇവൻ ആരോമൽ ചേകവരുടെ ഇൻട്രഡക്ഷൻ കണ്ടില്ലേ, അതെല്ലാം സ്കെച്ച്ഡ് ആയിട്ടുള്ള. സുരേഷ് ഗോപിയുടെ ഇൻട്രഡക്ഷൻ ഉണ്ട്. അതെ 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 അതെ. MD ബേസിക്കലി ഇത് തിയേറ്ററിൽ വന്നതിനൊക്കെ ശേഷം MDയുടെയും ഹരിഹരൻ സാറിന്റെ ഒരു തൃപ്തി എത്രത്തോളം ഉണ്ടായിരുന്നു? ഹരിഹരൻ സാറിന്റെ തൃപ്തിയെ പറ്റി എനിക്കറിയില്ല. പക്ഷെ MD സാറ് പലപ്പോഴും എന്നോട്, നമുക്കൊന്നും അവാർഡില്ലല്ലോ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനും അസോസിയേറ്റ് ഡയറക്ടേഴ്സിനും അവാർഡൊന്നും ഇല്ലല്ലോ. പക്ഷെ MD സാറിന്റെ കുറേ അവാർഡ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഈ സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ അത്, ഈ വാളിൻ്റെ സൗണ്ട്. അത് പല ഇതൊക്കെ നിഞ്ച പടങ്ങളിൽ നിന്ന് ഞാൻ ചുരണ്ടി എടുത്തിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്ത് ആ സൗണ്ട് ഒന്ന് യൂക്കലൈസ് ചെയ്ത് അങ്ങനെ ഓരോ ഫ്രെയിം മുറിച്ചിട്ടിരിക്കുന്നതാണ് ആ വാളിൻ്റെ സൗണ്ട്. അങ്ങനെ 16 ട്രാക്കാണ് അന്നത്തെ 16 ട്രാക്ക്. 16 ട്രാക്ക് റീൽസാണ്. 16 റീൽ ഓടിയിട്ടാണ് സിംഗിൾ ട്രാക്കിലേക്ക് പ്രീമിക്സ് ചെയ്തത് ഞങ്ങൾ. അപ്പോൾ ഹരിഹരൻ സാറ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ 16 ട്രാക്ക് ഞാൻ ആരായിരുന്നു ബോസ് എന്ന് പറഞ്ഞൊരു റെക്കോർഡിസ്റ്റായിരുന്നു 70 MB പ്രസാദിൽ. ബോസും ഞാനും കൂടി ഈ 16 ട്രാക്കിൻ്റെ സൗണ്ട് എഫക്റ്റ് മാത്രം കേട്ടോ, മറ്റേ ഡയലോഗും തൊട്ടിട്ടില്ല, സൗണ്ട് എഫക്റ്റ് മാത്രം സിംഗിൾ ട്രാക്കാക്കി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഡയറക്ടർ ഫൈനൽ മിക്സിങ്ങിന് വരുന്നത്. അപ്പോൾ 16 ട്രാക്കിൽ പല ട്രാക്കിലും ഈ സ്വിഷ് വാളിൻ്റെ MD പറഞ്ഞു ഇത് ഭയങ്കര സീനിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ചുരികയുടെ ശബ്ദം അതെ, അവിടെയാണ്, അതാണ് ഞങ്ങളുടെ നാഷണൽ അവാർഡ്. MD അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അത് അനലൈസും ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. അന്ന് ഫിലിമിലാണ്. അതിന്റെ ബേസിക്കലി അതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എങ്ങനെയായിരുന്നു, ആ ഫുട്ടേജിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഉദാഹരണം പറയാം. ഇപ്പൊ അംഗം കണ്ടല്ലോ, എത്ര മിനിറ്റ് ഉണ്ടാവും? ഒരു 10 മിനിറ്റ് ഉണ്ടാവില്ല അംഗം. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 9000 ഫീറ്റേ ഉണ്ടാവുള്ളൂ. 10,000 അടി തേച്ച് 5400 അടി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റാണ്. അപ്പോൾ 10,000 അടി 5 മിനിറ്റാണ്. 10,000 അടി അടുപ്പിച്ചേ ഉണ്ടാവുള്ളൂ അംഗത്തിൻ്റെ ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ. ഒരു ഏകദേശം ഒരു റീല്, 2 റീൽ അല്ല, ഒരു റീൽ, ഒരു റീല്. ഇത് കാണുന്നത് 2000 അടിയാണ് തിയേറ്ററിൽ കാണുന്നത്. ഒരു റീലെന്ന് വെച്ചോളൂ, 1000 ഫീറ്റ്. അപ്പോൾ 10,000 അടി ഉണ്ടാവുമെന്ന് വെച്ചോളൂ. ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് 36,000 അടിയാണ്. 36,000 ഫീറ്റാണ് അതിൻ്റെ എക്സ്പോസ്. അതിൽ നിന്നാണ് ഈ 9,000 7,000 അടി ഞങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് ഒരു ഷോട്ട് തന്നെ പല ആംഗിളിൽ, 2 ക്യാമറയിൽ പല ആംഗിളിലുണ്ടാവും. ഇത് ഓർഡർ ചെയ്യാൻ ഞങ്ങൾ 10 ദിവസം പിടിച്ചു ഏകദേശം. 2 ക്യാമറയിൽ ഡിഫറെൻ്റ് ആംഗിളാണ്. ഒരു സ്ട്രിപ്പേ ഓടുള്ളൂ മൂവികളിൽ. അന്ന് 2 ക്യാം, ഇത് മാത്രം, ഇതും മറ്റേ ഏതോ 2-3 സീക്വൻസ് വന്ന് 2 ക്യാം ഷൂട്ടായിരുന്നു. 2 ക്യാം എപ്പോഴും ഇല്ല, അത്യാവശ്യത്തിന് മാത്രം 2 ക്യാം ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് 36,000 ഫീറ്റാണ് റഷ് കൊണ്ടിട്ട് എഡിറ്റിംഗ് റൂമിലിടുന്നത്. ഇത് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് പ്രിൻ്റ് എന്നാണ് പറയുക നമ്മൾ. റഷ് ഈ NG കളയാതെ എല്ലാം പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ 400 ഫീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഫിലിം. ഈ 400 ഫീറ്റിൽ ഒരു ചിലപ്പോൾ ഒരു 5 OK ടേക്കേ ഉണ്ടാവുള്ളൂ. അതിന് പകരം ഈ 400 ഫീറ്റും ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്ത് എഡിറ്റിംഗ് റൂമിൽ കൊണ്ട് എന്നിട്ട് അതിൽ നിന്ന് വേണം സെലക്ട് ചെയ്യാൻ. വെറുതെ സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഓടിച്ചു നോക്കിയാലേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 400 അടി ഫിലിം ഓടണമെങ്കിൽ 3.5 മിനിറ്റ് വേണം. അങ്ങനെ 36,000 അടി ഓടണ എത്ര മിനിറ്റ് വേണം? അങ്ങനെ രാവും പകലും ഇരുന്ന് കുത്തിയിരുന്ന് എഡിറ്റിംഗ് റൂമിൽ കിടന്ന് മറിഞ്ഞ് തലകുത്തി മറിഞ്ഞ് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തതിന് ശേഷം ഡയറക്ടർ വരാൻ പറയാൻ പറ്റുള്ളൂ. ഡയറക്ടർ വന്നിട്ട് 15 ദിവസമായിട്ട് എടുത്തത് ഫൈനൽ എഡിറ്റ് ചെയ്യാനായിട്ട്. അല്ല, അപ്പൊ ആ പ്രോസസ് എങ്ങനെയായിരിക്കും? ബേസിക്കലി ഒരു ചെറിയ ഡിവൈസിൽ കൂടെ മാത്രമേ ഈ ഫിലിമിനെ അത്രേ ഉള്ളൂ. അതായത് MS മണി എന്ന് പറഞ്ഞൊരു അമാനുഷ്യനുണ്ടായിരുന്നു, മാജിക്കൽ മാൻ. അന്ന് അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. ഡയറക്ടർ പറയുന്ന ഓരോ ഷോട്ടും പുള്ളി ബിഗിനിങ് എന്ന് എഴുതും. മതി സാറെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും. സാറിൻ്റെ ഗുരുവാണ് MS മണി. അവിടെ ഒരു ഇൻറ്റു ഇടും, വണ്ടി പോവും, വീണ്ടും ഓടും. അതായത് സാർ ഇത് 4ാമത്തെ ഷോട്ടാണ്, ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും പോകുമ്പോൾ 6ാമത്തെ ഷോട്ട് വേറെ വരും. സാർ ഇത് 5ാമത്തെ ഷോട്ട് കഴിഞ്ഞിട്ട് വരാനുള്ളതാണ് സാർ എന്ന് പറയും. അവിടെയും പുള്ളി ബിഗിനിങ് എഴുതും, ഇൻറ്റു ഇടും. കുറേ കഴിയുമ്പോൾ 5ാമത്തെ ഷോട്ട് വരും. സാർ ഇത് 5th ഷോട്ടാണ് സാർ എന്ന് പറയും. അവിടെയും പുള്ളി ബിഗിനിങ് എഴുതും, ഇൻറ്റു എഴുതും. അങ്ങനെ ഒരു റീലേ പുള്ളി മാർക്ക് ചെയ്യുള്ളൂ ഒരു ടൈം. ഇതിന് ഹരിഹരൻ സാർ പോവും. പുള്ളി ഇത് ടേബിളിൽ കൊണ്ടിടും, ഇതിനെയൊക്കെ മുറിക്കും. ഈ ബിഗിനിങ് എൻഡ് വെച്ച് മുറിച്ചിട്ട് പുള്ളി ഒട്ടിക്കും. പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഉണ്ട്, ഓരോന്നേരം എടുത്ത് കൊടുക്കുക. ബിഗിനിങ് ഇത് 1 2 3 നമ്പർ ഇടലില്ല. ആ സീക്വൻസ് പുള്ളിയുടെ ബ്രെയിനിലിരുന്നിട്ട് തലയിലിരുന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നു. പക്ഷേ നമ്മൾ എഴുതി വെക്കും, പറയിൽ നിന്ന് എഴുതുന്നുണ്ടാവും. എന്തെങ്കിലും വളരെ അപൂർവമായിട്ട് ചോദിക്കട്ടെ എന്താണ് ആ ഷോട്ട് കഴിഞ്ഞാൽ എന്താ ചോദിക്കും, വളരെ അപൂർവമായിട്ട്. അല്ല, അപ്പൊ ഈ ഇത്രയും റീലില്ലാത്ത എങ്ങനെയായിരിക്കും ഓക്കെ ഷോട്ട്സ് സെലക്ട് ചെയ്യുന്നത്? അത് കണ്ട് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ആ ചെറിയ ഡിവൈസ് ഇട്ടിട്ട് ഓടിച്ച് അങ്ങനെ ചെറിയ ഡിവൈസിൽ വലിയ സ്ക്രീനിൽ തെളിയും. ചെറിയ ഡിവൈസ് ഓടുമ്പോൾ ഒരു ലെൻസ് വെച്ചിട്ട് വലിയ സ്ക്രീനിൽ തെളിയും. അത് ദാറ്റ്സ് കോൾഡ് മൂവിയോള. എന്നിട്ട് അതിന്റെ ഓക്കെ ഷോട്ട്സ് മാത്രം സെലക്ട് ചെയ്യും. അതെ, അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഇതിന് ആ പ്രോസസ്സാണ് സാർ നേരത്തെ പറഞ്ഞത്. അതെ. എന്നിട്ട് ആ ഫിലിമിന്റെ ഇപ്പൊ നമ്മൾ ഈ സെല്ലോ ടൈപ്പ് പോലെ അങ്ങനെ 2 തരത്തിലുണ്ട്. ഒന്നൊരു കെമിക്കൽ വെച്ച് ഒട്ടിക്കലുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊരു സ്പ്ലൈസർ എന്നൊരു സാധനം വന്നു. അതിന്റെ കോപ്പി എടുക്കും അല്ലേ?
ഇല്ല. അത് അതിനകത്ത് വെച്ചാൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ നെഗറ്റീവ് ഉണ്ടല്ലോ ഇതിന്, ഈ നെഗറ്റീവിൻ്റെ സൈഡിൽ എവരി 12 ഫീറ്റ് ഓരോ 12 ഫീറ്റ് ആകുമ്പോഴൊരു ഒരു നമ്പർ ഉണ്ടാവും. 0634 വലിയ നീണ്ട നമ്പർ ഉണ്ടാവും. ഈ നമ്പർ വച്ചിട്ടാണ് നെഗറ്റീവ് കട്ട് ചെയ്തെടുക്കുക. ഈ പോസിറ്റീവ് കയ്യിലുണ്ടാവും, എൻ്റെ ഇപ്പുറത്ത് ഒറിജിനൽ നെഗറ്റീവ് ഉണ്ടാവും. ഈ നമ്പർ എവിടെ വരുന്നോ അവിടെ വെച്ച് നെഗറ്റീവ് കട്ട് ചെയ്യും, ആ നെഗറ്റീവ് ജോയിൻ ചെയ്യും. നെഗറ്റീവ് ജോയിൻ ചെയ്ത് ഈ പോസിറ്റീവിൻ്റെ അതേ ലെങ്തിൽ നെഗറ്റീവ് എഡിറ്റ് ചെയ്തെടുക്കും. ഇപ്പോൾ ഒരു റോള് 946 അടി 8 ഫ്രെയിം ഉണ്ടെങ്കിൽ നെഗറ്റീവും 946 8 ഫ്രെയിമേ ഉണ്ടാവുള്ളൂ. അതിനനുസരിച്ചുള്ള സൗണ്ട് നെഗറ്റീവ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ സിങ്കർണൈസ് ചെയ്തിട്ടാണ് ലാബിൽ കൊടുക്കുന്നത്. ലാബുകാർ 12 അടി ഫ്രെയിം താഴോട്ട് വെച്ചിട്ടാണ് ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഫൈനൽ പ്രിൻ്റ് വരുന്നത്. അതിന്റെ പല കോപ്പീസ് എടുത്ത് പല രീതി ഒരു റീലിൻ്റെ 10 കോപ്പി അടിക്കും വരും. നമ്മൾ പഴയ ഫോട്ടോയിൽ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കുന്ന പോലെ ഫിലിമിന്റെ മേളിൽ ഒരു നമ്പർ നമ്പർ ഉണ്ടാവും. ആ നമ്പർ വെച്ചില്ലേ കട്ട് ചെയ്യൽ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് ഷോട്ട് മാറിപ്പോയി.